പൈസയുടെ പുറകെ പോയവരല്ല രക്ഷപ്പെട്ടത്. പണത്തിൻ്റെ പുറകെ പോയവരെല്ലാം പല സ്ഥലത്തും തകർന്നു പോയിട്ടുണ്ട്. പൈസയുടെ പുറകെ ഒരിക്കലും പോകല്ല്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിൽക്ക്. ആവശ്യത്തിൽ അധികം ദൈവം തരും. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുക. തൊട്ടു താഴെ എഴുതിയിട്ടുണ്ട്, യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. അവൻ കൈ നീട്ടി സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു. ഇതാ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നമ്മളുടെ നേരെയും ആ നീട്ടപ്പെട്ട കരങ്ങൾ ഇന്ന് എൻ്റെ നേരെയും യേശു നീട്ടുന്നുണ്ട്. ഒരുപക്ഷെ ശരീരത്തിൽ മാത്രമായിരിക്കില്ല വേദന, മനസ്സിന് വേദനയുള്ളവരുമുണ്ടാകും. മനസ്സ് സങ്കടത്തിൽ കഴിയുന്നവരുണ്ട്, കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇന്ന് നിങ്ങളെ യേശു കൈ നീട്ടി സ്പർശിക്കുന്ന ദിവസമാണ്. അവൻ കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. നിങ്ങളും പ്രാർത്ഥനയോടെ ഇവിടെ നിൽക്കുമ്പോൾ സൗഖ്യദായകനായ യേശുവിൻ്റെ കരം നിങ്ങളെ തൊടട്ടെ. അതേ ആണിപ്പഴുതുള്ള കരം നീട്ടി ദൈവം നിങ്ങളെ തൊടാനിടയാകട്ടെ. അതേ കരം ഇന്ന് നിൻ്റെ മേൽ വരികയാണ്. ഒരു പാട്ടുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിൻ്റെ സൗഖ്യദായകൻ, നിൻ വചനത്തിൻ്റെ ആജ്ഞയാൽ ഞാനിപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ, ഞാനിപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. മനസ്സിനകത്തുള്ള ഓരോ പ്രയാസങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, ഏത് വിഷയത്തിലാണ് നിങ്ങൾ തളർന്നത്, ഏതു കാര്യം ആലോചിച്ചാണ് നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നത്? ചിലർക്ക് അവരുടെ ശരീരത്തിലെ ചില രോഗമാണ്, ഹൃദയവുമായി ബന്ധപ്പെട്ട് ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രയാസമാണ്, വയറുമായി ബന്ധപ്പെട്ട പ്രയാസമാണ്, ശിരസ്സുമായി ബന്ധപ്പെട്ട പ്രയാസമാണ്, വീടുമായി ബന്ധപ്പെട്ട ചില പ്രയാസമാണ്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ചില വിഷയമാണ്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചില വിഷയമാണ്. എല്ലാ വിഷയങ്ങളെയും ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ഇടത്തും വലതും മുമ്പിലും പുറകിലും ഒക്കെയും ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. താഴെ ഇരിക്കുന്നവർ സൈഡ് ഈ ശബ്ദപരിധിക്കുള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരുന്ന് ഉള്ള സൗകര്യത്തിലും സാഹചര്യത്തിലും പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും നിങ്ങളായിരിക്കുന്ന അവസ്ഥയെ സമർപ്പിക്കുമ്പോൾ യേശുവിൻ്റെ കരം ഇന്ന് നിന്റെ നേരെ നീട്ടപ്പെടുകയാണ്. അതേ കരം ഇന്നൊരു സൗഖ്യത്തിന് ഇവിടെ കാരണമാവുകയാണ്. അതേ കരം ഇന്നൊരു വിടുതലിന് കാരണമാകുവാണ്. അതേ കരം ഒരുപക്ഷെ കുടുംബത്തിനകത്ത് ചില വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ചില ആളുകൾ ഇങ്ങനെ പറയും, എനിക്ക് ആരുമില്ല, ഞാൻ ആകെ അങ്ങ് ഒറ്റപ്പെട്ടു പോയി. നിനക്ക് സുഖമാണോ, സന്തോഷമാണോ, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ എന്ന് പോലും ചോദിക്കാൻ ആരുമില്ലച്ചോ. ആരുമില്ല, എനിക്കാരുമില്ല, എനിക്കെല്ലാവരും ഉണ്ട്, പക്ഷേ എല്ലാവരും എന്നെ അങ്ങനെ സ്നേഹിക്കാത്ത പോലെ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ വിഷമമുണ്ടോ? എന്നോട് സുഖമാണോ എന്ന് ചോദിക്കാൻ ആരുമില്ലല്ലോ. എങ്ങനെ പോകുന്നു, ആരോഗ്യമൊക്കെ എങ്ങനെ ഇരിക്കുന്നിപ്പോൾ, സന്തോഷമായിട്ടൊക്കെ പോകുന്നോ എന്നൊന്നും ചോദിക്കാൻ പോലും ആരുമില്ലല്ലോ. അങ്ങനെ വിഷമിക്കുന്നവരും ഉണ്ട്, അങ്ങനെ ഭാരപ്പെടുന്നവരും ഉണ്ട്. ഇവിടെ വചനം പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുക, സന്തോഷത്തോടെ ചോദിക്കുക, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നോ? സമാധാനമായിട്ടൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ? കുറച്ചൊക്കെയെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? വീട്ടിലെല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? എല്ലാവരുമായിട്ടൊക്കെ സന്തോഷത്തിലങ്ങ് പോവുകയാണോ? ആ രോഗത്തിൻ്റെ കാര്യമൊക്കെ എന്തായി? ഓരോ കാര്യങ്ങളും പ്രാർത്ഥനയിൽ നിങ്ങളോടും ചോദിക്കുക. ഇതൊരു വീട് പോലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദിച്ചത്. നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ.
പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ഈ നിമിഷം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. സ്വർഗീയ ശില്പി, ദൈവത്തിൻ്റെ കരം, എന്നെ മെനയുന്ന കരം, എന്നെ രൂപപ്പെടുത്തുന്ന സ്വർഗത്തിൻ്റെ ശില്പിയായ ദൈവത്തിൻ്റെ കരം, എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് ഒന്ന് ചേർന്ന് പാടുവാണ്. അറിയാമെങ്കിൽ ഈ പാട്ടിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് പാടി. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. വിൺമയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. വിൺമയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. വിൺമയമാകും ശരീരം ആ വിൻരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുമേ. രണ്ട് കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം എല്ലാവരും ഒന്ന് അധരങ്ങളെ തുറന്ന് ശബ്ദമുയർത്തി അല്പനേരം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ ഈ നല്ല ദിവസം നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മുമ്പേ ചോദിച്ചതുപോലെ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? വീട്ടിലൊക്കെ എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം ഇന്ന് എന്നോട് കാണാമെന്ന ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്. ഞങ്ങളുടെ ഒരു വിശേഷം ചോദിക്കാൻ പോലും ആരും ഇല്ല എനിക്ക്. അതും ഒരുപാട് പേരുടെ വിഷമമാണ്. അങ്ങനെയൊക്കെ വിഷമിക്കുന്നവരിവിടെ ഉണ്ടാവും. അടുത്തു നിന്ന് വന്നവരുണ്ട്, ദൂരെ നിന്ന് വന്നവരുണ്ട്. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ കാണുന്നു, ശ്രേഷ്ഠരായി കാണുന്നു. കാരണം നിങ്ങൾ ഈ സ്ഥലത്ത് വന്നത്, ചില ആളുകൾക്ക് ഈ ബസ് യാത്രയൊന്നും ഒട്ടും പറ്റുന്നവരല്ല. ചുരം കയറാൻ എല്ലാവർക്കും പറ്റില്ല. ചുരം ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ചിലർ ഛർദ്ദിക്കും, ചിലർക്ക് ഭയങ്കര കാലാവസ്ഥ മാറുമ്പോൾ വിഷമമുണ്ട്. ചില വ്യക്തികളുടെ ജീവിത പങ്കാളി മദ്യപാനിയാണ്. ചിലരുടെ മക്കൾ വീട്ടിൽ പ്രശ്നമാണ്. നൂറുകൂട്ടം ജോലിയുണ്ട്. അതിനെല്ലാം ഇടയിൽ എത്രയെല്ലാം കാര്യങ്ങളൊന്ന് ക്രമപ്പെടുത്തിയിട്ടാണ് ഇത്രയും സമയം നിങ്ങൾ ഈ പ്രാർത്ഥിക്കാനായി മാറ്റിവെച്ചത്. അത് നിങ്ങൾ കൊടുത്ത ഒരു വിലയാണ്. അതിന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതെ ഇരിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഓരോരുത്തരെയും വ്യക്തിപരമായി കാണുമ്പോഴാണ് അറിയുന്നത് ഓരോരുത്തരും അനുഭവിക്കുന്ന 100 കൂട്ടം പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം ഉണ്ട്. ഇന്ന് നമ്മൾ നല്ലപോലെ പ്രാർത്ഥിക്കുന്നൊരു സമയമാണ്. സത്യസന്ധമായി ദൈവത്തെ ആരാധിക്കുന്നൊരു സമയമാണ്. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊരു പക്ഷേ ഇവിടെ മാത്രമായിരിക്കില്ല പ്രാർത്ഥിക്കാൻ വന്നത്. ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും വചനം കേൾക്കാനും പോയിട്ടുള്ളവരാണ്. ഇവിടെ ചിലർ പറയും, എനിക്കിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അനുഗ്രഹം കിട്ടിയത്. അതുമാത്രമല്ല, ഇതിനു മുമ്പ് നിങ്ങൾ പല സ്ഥലങ്ങളിലും പ്രാർത്ഥനാലയങ്ങളിലും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പോയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കാര്യം അനുഗ്രഹമായത്. ഞാനത് മനസ്സിലാക്കി തരാം. ഒരു വലിയ പാറ ഇവിടെ വച്ചെന്നിരിക്കട്ടെ, ഒരു വലിയ പാറ. എന്നിട്ട് അതിനെ ഇടിച്ച് പൊട്ടിക്കാനുള്ള ഒരു വലിയ ചുറ്റികയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. ഒരു വലിയ പാറയും ഒരു ചുറ്റികയും. എന്നിട്ട് ഞാൻ 10 പേരെ ഇവിടെ നിർത്തുകയാണ്. 10 പേരെ ഇവിടെ നിർത്തുവാണ്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആ മുമ്പിലിരിക്കുന്ന ആ പാറ അടിച്ച് പൊട്ടിക്കണം. ഓരോ പ്രാവശ്യവും അടിക്കാൻ അവസരമുണ്ട്, ഒറ്റ അടി കൊടുക്കാൻ അവസരമുണ്ട്. അപ്പോൾ ആദ്യത്തെ ആൾ നല്ല ശരീരമുള്ള ആരോഗ്യമുള്ള ആളാണ്. പുള്ളി വന്ന് ആ ചുറ്റികയെടുത്ത് നല്ല ഒരു അടി കൊടുത്തു. പക്ഷേ ആ പാറയ്ക്ക് വലിയ കാര്യമായി ഒന്നും സംഭവിച്ചില്ല. അടുത്തയാൾ വന്ന് അടിച്ചു, ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ 8-9 പേര് അടിച്ചു, ഒന്നും സംഭവിച്ചൊന്നും വലിയ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. 10ാമത്തെ ആൾ വളരെ മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ്. ഈ പറഞ്ഞ വലിയ ആരോഗ്യമൊന്നുമില്ല, ഈ പാറ പൊട്ടിക്കുന്ന ജോലിയുള്ള ആളുമല്ല. പക്ഷെ പുള്ളി ഈ ചുറ്റികയെടുത്ത് അതിലിടിച്ചപ്പം അത് പൊട്ടി. 10ാമത്തെ ആൾ അടിച്ചപ്പോഴാണ് പൊട്ടിയത്. അപ്പോൾ ഒരു കാര്യം പറയുകയാണ്, അയാൾ പറയാം, ഞാൻ അടിച്ചപ്പോഴാണ് പൊട്ടിയത് എന്ന് പറയാൻ വരട്ടെ. അതിനു മുമ്പ് 9 പേർ ഒരേ കാര്യം ആഗ്രഹിച്ച് അടിച്ചിട്ടുണ്ട്. പുറമേ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിലും ഓരോ പ്രാവശ്യവും ഈ ചുറ്റികയ്ക്കൊരടി അടിച്ചപ്പം ആ പാറയ്ക്കകത്ത് എന്തോ ഒരു ചെറിയ പൊട്ടാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്. 2ാമതൊരാൾ അടിച്ചു, 3ാമതൊരാൾ അടിച്ചു, 4ാമത് 5, 6, 7, 8, 9 പേരും അടിച്ചു. അതൊന്നും പുറമേ വലിയ കാഴ്ചയ്ക്കില്ല. പക്ഷെ ആ പാറയ്ക്കകത്ത് എവിടെയോ ഒരു വിള്ളലിന് ആരംഭം ഉണ്ടായിരുന്നു. 10ാമത്തെ ആൾ അടിച്ചപ്പോഴാണ് അത് പൊട്ടിയത്. 10ാമത്തെ ആൾക്ക് മാത്രമല്ല ക്രെഡിറ്റ്, ആ 10 പേർക്കും അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്. അല്ല, ആ 10 പേരുടെയും ആ ഒരു അടി ഗുണം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഇതിനു മുമ്പ് 10, 50, 15 ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾ ജിൻഡോ അച്ഛൻ നടത്തുന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരാളായിരിക്കാം, അട്ടപ്പാടി പോയ ഒരാളായിരിക്കാം, കൃപാസനത്തിൽ പോയ ഒരാളായിരിക്കാം, ഡാനിയൽ അച്ഛൻ്റെ അടുത്ത് പോയ ഒരാളായിരിക്കാം, അണക്കരയിൽ പോയ ഒരാളായിരിക്കാം. അവരെല്ലാം പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് കിട്ടിയത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമല്ല, ഇതിനു മുമ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ പ്രാർത്ഥനയെല്ലാം ആ അനുഗ്രഹം കിട്ടാൻ കാരണമായി അവിടെ കിടപ്പുണ്ട്. അതെല്ലാം ഒരു അനുഗ്രഹമായിരുന്നു. പെട്ടെന്നൊന്നും ഒന്നും കിട്ടിയതായിട്ട് തോന്നിയില്ലെങ്കിലും അതെല്ലാം ആ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ചില മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടായിരുന്നു. കുരുത്തത്തിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് അനുഗ്രഹമായി. അതിവിടെ നിന്ന് മാത്രം കിട്ടിയ അനുഗ്രഹമായിരിക്കില്ല. ഒരു പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പ് കൃപാസനത്തിൽ പോയി കാണും, സിയോൻ ധ്യാനകേന്ദ്രത്തിൽ പോയി കാണും, അല്ലെ മക്കിയാട് ധ്യാനകേന്ദ്രത്തിൽ പോയി കാണും, അല്ലെ അണക്കരയിൽ പോയി കാണും, കൃപാസനത്തിൽ പോയി കാണും, പല സ്ഥലങ്ങളിലും പോയി. അവിടെ എല്ലാം പ്രാർത്ഥിച്ചത് ഓരോ അനുഗ്രഹത്തിനത് സാധിച്ചു കിട്ടാൻ കാരണമായിട്ട് വന്നിട്ടുണ്ട്.
അങ്ങനെ ഒത്തിരി പ്രാർത്ഥനയോടെ ഒരു ബലം കിട്ടുമ്പോഴാണ് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ലഭിക്കുന്നത്. ആമേൻ. അത് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ഇവിടുത്തെ ആ ശുശ്രൂഷ കൊണ്ട് മാത്രമാണ് എന്നർത്ഥമില്ല. നിങ്ങൾക്ക് കിട്ടിയ ഓരോ പ്രാർത്ഥനയും നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ആണ്. ആമേൻ. ഓരോ സ്ഥലത്തും നിങ്ങൾ പോയതും അനുഗ്രഹമാണ്. എവിടെയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ അനുഗ്രഹമൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തൊരു അനുഗ്രഹമായി മാറട്ടെ. ആമേൻ. ഹല്ലേലൂയ. 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 ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളോട് പറയാം, എല്ലാ സ്ഥലത്തും ആ പ്രാർത്ഥനയുടെ ചില അനുഗ്രഹങ്ങൾ കിടപ്പുണ്ട്. ഒരു ദർശനത്തിൽ അതൊക്കെ നിലകൊള്ളുന്നത്, അതെല്ലാം ഓരോ വഴിത്തിരിവിനും അനുഗ്രഹത്തിനും കാരണമാകും. വിശ്വസിക്കുന്നെങ്കിൽ ഒരു കരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 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 ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് നല്ലൊരു വചനം പറയുന്നത് സമ്പത്തിനെക്കുറിച്ചാണ്. സാമ്പത്തിക പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ജനറലായിട്ടൊരു കാര്യം പറയാം. നമ്മൾ ചിലരെങ്കിലും വിചാരിക്കും, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല, ഒട്ടകം സൂചിക്കുഴലിലൂടെ കിടക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ സമ്പത്ത് ദൈവത്തിനെതിരാണോ? സമ്പത്ത് പ്രശ്നമാണോ? ദൈവാനുഗ്രഹമുള്ള സമ്പത്താണ് നമുക്ക് വേണ്ടത്. ആമേൻ. എങ്ങനെയേലും ഉള്ള സമ്പത്ത് നമുക്ക് വേണ്ട. എല്ലാ പൈസയും നമുക്ക് വേണ്ട. ഈ ലോകത്തുള്ള മുഴുവൻ സ്ഥലവും നമുക്ക് വേണ്ട. കെട്ടിടവും വേണ്ട, പൈസയും വേണ്ട. ദൈവാനുഗ്രഹമുള്ള സമ്പത്തുണ്ടാകണം. അത് നിലനിൽക്കുന്നതാണ്. ആമേൻ. അത് ഐശ്വര്യമുള്ളതാണ്. ആമേൻ. നിങ്ങളിനി പറയുന്ന വചനത്തിന് ആമുഖമായിട്ട് ഞാനത് പറയാം. പക്ഷെ പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഇൻട്രഡക്ഷൻ പോലെ പറയുവാണ്. അബ്രാഹാം ദരിദ്രനായിരുന്നോ സമ്പന്നനായിരുന്നോ? ബഹുസമ്പന്നനായിരുന്നു എന്നാണ് എഴുതിയ. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സമ്പന്നനാണ്. സുവിശേഷത്തിൽ ഒരു ധനവാനും ലാസറും ഉണ്ട്. ആ ധനവാൻ നരകത്തിൽ പോയി. ലാസർ എവിടെ? ദരിദ്രനായ ലാസർ എവിടെ എത്തി? സ്വർഗത്തിൽ ആരുടെ അടുത്തെത്തി? സമ്പന്നനായ അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്ന കണ്ടു എന്നാണ് പറയുന്നത്. സമ്പന്നനായ അബ്രാഹത്തിൻ്റെ മടിത്തട്ട് എങ്ങനെയാ? സ്വർഗവായേ. അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു. അബ്രാഹത്തിന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. പക്ഷെ ആ അബ്രാഹം നരകത്തിൽ പോയില്ല. ആ സമ്പന്നനായ അബ്രാഹാം സ്വർഗത്തിലെത്തി. സുവിശേഷത്തിൽ ഒരു ധനവാനും ലാസറും ഉണ്ട്. ആ ധനവാൻ മരിച്ച് നരകത്തിൽ പോയി. അപ്പം നോക്കുമ്പോൾ തൻ്റെ വീട്ടുപടിക്ക് കിടന്ന പാവപ്പെട്ടവനായ ലാസർ സ്വർഗത്തിൽ അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്നതായിട്ട് കണ്ടു. അല്ല, ധനവാനായ സമ്പന്നനായ അബ്രാഹത്തിൻ്റെ മടിത്തട്ട് എങ്ങനെയാ സ്വർഗമായിട്ട് മാറിയത്? രണ്ട് തരത്തിലുള്ള സമ്പത്തുണ്ട്. എങ്ങനെയും ഉണ്ടാക്കുന്ന സമ്പത്തിനെക്കുറിച്ചല്ല, ദൈവാനുഗ്രഹമുള്ള സമ്പത്തുണ്ട്. ആമേൻ. അത് നമുക്ക് വേണം. ഒരു വാക്യം വായിക്കാം ആമുഖമായിട്ട്. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ്. തോബിത്തിൻ്റെ പുസ്തകം വലിയ ബൈബിളിൽ 434-ാമത്തെ പേജിൽ 4-ാം അധ്യായം 21-ാമത്തെ വാക്യം. അപ്പൻ മകന് കൊടുക്കുന്ന ഉപദേശമാണ് പ്രസംഗിക്കുന്നത്. അപ്പൻ മകനോട് പറയുവാണ്, മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. അപ്പം മകനോട് പറയുക, കാശില്ലാത്തതുകൊണ്ട് നിനക്ക് ടെൻഷനൊന്നും വേണ്ട. നമുക്കിച്ചിരി കാശ് കുറഞ്ഞു, ഇച്ചിരി സമ്പത്തിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിച്ച് നീ ടെൻഷനാകണ്ട മകനെ. നമുക്ക് ദാരിദ്ര്യമുള്ളത് കൊണ്ട് നിനക്ക് ഈ ടെൻഷനൊന്നും വേണ്ട. പിന്നെയോ നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും. അപ്പം മകനോട് പറയുക, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടെങ്കിൽ, നീ ദൈവത്തിലാണ് നിൽക്കുന്നെങ്കിൽ, ഇപ്പം നിൻ്റെ സാമ്പത്തികമൊക്കെ ഇച്ചിരി കഷ്ടത്തിലായാലും ഇച്ചിരി ദാരിദ്ര്യമൊക്കെ ഉണ്ട്, ശരിയാണ്, വിഷമിക്കണ്ട. നിനക്ക് ദൈവാനുഗ്രഹമുള്ള
വലിയ സമ്പത്ത് കൈവരും. നിന്റെ കയ്യിൽ ദൈവം കൊണ്ടുവരും. ആമേൻ. അത് കട്ടുമോട്ടിച്ചുണ്ടാക്കുന്ന ഒരു സമ്പത്തിനല്ല, അത് ദൈവം തരുന്ന സമ്പത്താണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഈ വിഷയം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ ആരുടെ മുമ്പിലും പൈസയ്ക്ക് പണത്തിന് കൈനീട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകല്ല. എൻ്റെ കുടുംബത്തിനകത്തുനിന്ന് ദാരിദ്ര്യം മാറണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവവചനത്തെ ഉയർത്തുന്നവരെ ഹല്ലേലൂയ. ദൈവം ഉയർത്തുന്ന കാലഘട്ടത്തിലാണ് ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതിവിടെയായാലും തമിഴ്നാട്ടിലായാലും പല സ്ഥലങ്ങളിൽ നിങ്ങളത് കാണും, അല്ലെങ്കിൽ മനസ്സിലാക്കും. പല സ്ഥലങ്ങളിൽ അത് കാണും. ദൈവവചനത്തെ കൊണ്ടു നടക്കുന്നവരും അത് വിശ്വസിക്കുന്നവരെയും ദൈവം കണ്ടമാനം ഉയർത്തുന്നുണ്ട്. പലരും ഇതിനെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിപ്പുണ്ട്. പലരും ഭയങ്കര പഠനങ്ങൾ നടത്തുന്നുണ്ട്. എന്താണ് ബൈബിളിനെ, ദൈവവചനം ഇങ്ങനെ ആളുകൾ കേൾക്കുന്നത്? നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റ് മതത്തിലുള്ളവർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ടും അറിയാം. ഈ വചനം ആത്മാവും ജീവനുമാണ്. ഇപ്പോൾ വചനം പറഞ്ഞു കേട്ടോ, അപ്പൻ മകനോട് പറയുക, മകനെ നമ്മൾ ദരിദ്രരാണ്, ഇച്ചിരി കഷ്ടമൊക്കെ ഉണ്ട്, പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, നിനക്ക് ടെൻഷൻ വേണ്ട. നിനക്ക് ദൈവത്തോട് നല്ല ഭക്തിയുണ്ടോ? നീ ദൈവത്തിൻ്റെ വഴിക്കാണോ നിൽക്കുന്നേ? ദൈവം അനുഗ്രഹിച്ചുള്ള വലിയ സമ്പത്ത് നിന്റെ കയ്യിൽ വരും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, എത്ര സമ്പത്ത് വന്നാലും എത്ര കാശ് കയ്യിൽ വന്നാലും അത് നൽകിയ ദൈവത്തെ ഒരിക്കലും മറക്കരുത്. പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ആ ഒരു 10 രൂപ ഇരിപ്പുണ്ടെന്നിരിക്കട്ടെ, അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ആ 10 രൂപയ്ക്ക് ഒരു ചായ പോലും കിട്ടത്തില്ല, 12 രൂപ കൊടുക്കണം, ശരിയാണ്. പക്ഷെ ആ പേഴ്സിനകത്തുള്ള 10 രൂപ ദൈവത്തിൻ്റെ സ്നേഹമാണ്, നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്, അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയും. ദൈവത്തോടുള്ള ഒരാളുടെ ബന്ധം. ഇവിടെ ഇരിക്കുന്ന പലർക്കും നല്ല വീടില്ല, നല്ല പിള്ളേർക്ക് നല്ല ജോലി ആയിട്ടില്ല, സാമ്പത്തിക പ്രശ്നമുണ്ട്, സ്ഥലവും വീടും വിൽക്കാൻ നോക്കുന്നവരുണ്ട്, വീട് സ്ഥലവും മേടിക്കാൻ നോക്കുന്നവരുണ്ട്. ദൈവാനുഗ്രഹമുള്ള വീടും ദൈവാനുഗ്രഹമുള്ള സമ്പത്തും പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വരാനിടയാകട്ടെ. അതൊരു ഭാഗ്യമാണ്. ദൈവാനുഗ്രഹത്തിൽ അങ്ങനെ ജീവിക്കാൻ പറ്റുന്നത് ഭാഗ്യമാണ്. അതല്ലേ അപ്പം മകനോട് പറഞ്ഞത്, നിനക്ക് ഇപ്പോൾ ഇച്ചിരി ടെൻഷനും ദാരിദ്ര്യം ഉണ്ടോ? ടെൻഷൻ വേണ്ട, നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ഇച്ചിരി പ്രസംഗിക്കാൻ ഇച്ചിരി ആഗ്രഹമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ 12-ാം അധ്യായം അല്പമായ രീതിയിൽ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചിരുന്നു. അബ്രാഹത്തെക്കുറിച്ചൊരു കാര്യം പറയാം. അബ്രാഹാം സമ്പന്നനാകുന്നതിന് മുമ്പ് അബ്രാഹത്തെ ദൈവം അനുഗ്രഹിച്ചതായിട്ട് എഴുതിയിട്ടുണ്ട്. 12-ാം അധ്യായം 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 12-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളമടിച്ചു. ഇനി അടുത്ത അബ്രാഹത്തിന്റെ ഒരു സ്വഭാവം എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിന്റെ നാമം വിളിച്ചു. ആര്? അബ്രാഹാം. വലിയ കാശൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അബ്രാഹാം പറയൂ. അബ്രാഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അബ്രാഹാം പോയ സ്ഥലത്ത് ഒരു ബലിപീഠം പണിതു. ഒരു ബലിപീഠം പണിയാൻ സമയം മാറ്റിവെച്ചു. എന്നിട്ട് ബലി അർപ്പിച്ച് ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആര്? അബ്രാഹാം. ഈ പ്രാർത്ഥിച്ച അബ്രാഹത്തിനാണ് സാമ്പത്തികമായ അനുഗ്രഹവും ദൈവം കൊടുത്തത്. എല്ലാവരും ഇത് മനസ്സിലാക്കണം. ചിലർ പറയും പ്രാർത്ഥനയുടെ ആവശ്യമില്ല, സമ്പത്തൊക്കെ ചുമ്മാ ഇങ്ങ് വന്നോളും. ചുമ്മാ ഒന്നും വരത്തില്ല. ദൈവാനുഗ്രഹം ആ സമ്പത്ത്. ഞാൻ പറയുന്നത് 5 വർഷത്തേക്ക് കുറച്ച് കാശ് പിന്നെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നതിനെ കുറിച്ചല്ല, നിലനിൽക്കുന്ന സമ്പത്താണ് നമുക്ക് വേണ്ടത്. ഒരിക്കലും
ഒരിക്കലും സമ്പത്ത് വരുമ്പോൾ അഹങ്കരിക്കരുത്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ഈ ബലിപീഠം പണിത് പ്രാർത്ഥിച്ച അബ്രഹാം എവിടം വരെ എത്തി എന്ന് എഴുതിയിട്ടുണ്ട്. 6-ാമത്തെ വാക്യം, അബ്രാം 13-ാം അധ്യായം 6-ാമത്തെ വാക്യം. ശ്രദ്ധിച്ചോ, ആ വാക്ക് ശ്രദ്ധിച്ചോ. ആ വാക്യം വായിക്കുന്നത് ശ്രദ്ധിക്കുക. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ സ്ഥലം പോരാതായി. പിന്നെയോ, കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. അബ്രാഹത്തിന് ദൈവാനുഗ്രഹമായി വളരെയേറെ സമ്പത്ത് കൈവന്നു. ആമേൻ. ഏതബ്രാഹാമിന്? ബലിപീഠം പണിത് പ്രാർത്ഥിച്ച് ആ ദൈവാനുഗ്രഹത്തിൽ നിന്ന അബ്രാഹത്തിനാണ് മതിയാകാത്ത വിധം എന്ന് പറയുക, ഒരു ദേശം പോലും മതിയായിരുന്നില്ല, അതിനു മാത്രം സമ്പത്ത് ഒന്നിച്ച് വന്നു. എഴുതിയിട്ടുണ്ട്, വളരെയേറെ സമ്പത്ത് ഉണ്ടായിരുന്നു അബ്രാഹത്തിനുണ്ടായി. അപ്പൊ ദൈവാനുഗ്രഹമായ സമ്പത്ത് അവിടെ വന്നു. സമ്പത്ത് വന്നേ പിന്നെ അബ്രാഹാം പിന്നെ ദൈവത്തെ മറന്നോ? സമ്പത്ത് വന്നേ പിന്നെ എഴുതിയിട്ടുണ്ട് 13-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിച്ച് 14-ാമത്തെ വാക്യം വായിക്കുവാണ്. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. 15-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ പിള്ളേർക്കുമായി എന്നേക്കുമായി ഞാൻ തരും. ഒരു വർഷത്തേക്ക് തരുമെന്നല്ല, 50 വർഷത്തേക്കെന്നല്ല. അവിടെ ഒരു മലയാള വാക്ക് സ്പെഷ്യലായിട്ട് എഴുതിയിട്ടുണ്ട്, എന്നേക്കുമായി. ഈ വാക്യം വായിക്കുമ്പോൾ ഓർക്കണം, അബ്രാഹത്തെയും അബ്രാഹത്തിൻ്റെ മക്കളെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കാണാം. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ഏത് അബ്രാഹത്തെയാണ്? എല്ലാത്തിനെയും വിമർശിച്ച് എല്ലാത്തിനെയും കുറ്റവും പറഞ്ഞ് ഇതൊക്കെയാണോ പ്രാർത്ഥന, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇതിൻ്റെയൊക്കെ പുറകെ പോകേണ്ട വല്ല കാര്യമുണ്ടോ, എന്നെ ആരും പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് വലിയ വർത്താനം പറഞ്ഞ ആളുടെ അല്ല. ബലിപീഠം പണിത് പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന അബ്രാഹത്തിന് സമ്പത്ത് വന്നു എന്നല്ല, തൊട്ടു താഴെ എഴുതിയിട്ട് അബ്രാഹത്തോട് പറയുക, നീ കാണുന്ന ഈ ദേശമെല്ലാം നിനക്കും നിന്റെ പിള്ളേർക്കുമായി ശാശ്വതമായി എന്നേക്കുമായി ഞാൻ തരും. ഒരനുഗ്രഹം. ഇനി തൊട്ടു താഴെ, ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. 17-ാമത്തെ വാക്യം, എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. നിനക്ക് ഞാൻ അത് തരും. ഇനി 18-ാം വാക്യത്തിന്റെ അവസാനം ഒന്ന് വായിച്ചേ. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ആദ്യം ബലിപീഠം നിർമ്മിച്ചതിന് ശേഷം നല്ല സമ്പത്ത് വന്നു. പിന്നെ ദൈവത്തെ മറന്നു എന്നല്ല, സമ്പത്ത് വന്നു, കാണുന്ന പ്രദേശമൊക്കെ കിട്ടി. ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തതിലധികം സമ്പത്തും സൗകര്യങ്ങളും വന്നപ്പോഴും അബ്രഹാം ദൈവത്തെ മറന്നിട്ടില്ല. സമ്പത്ത് വന്നതിന് ശേഷവും ഈ മനുഷ്യൻ, ഈ അബ്രഹാം ബലിപീഠം പണിതു, പ്രാർത്ഥിച്ചു, ദൈവത്തോടൊപ്പം. അതുകൊണ്ടാണ് ചില അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്ന വിധത്തിൽ ആ വ്യക്തിയിലുണ്ടായത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയട്ടെ, നാളെ നിങ്ങളുടെ പിള്ളേർ കടലും കരയും കടന്ന് ദൂരെ പോകാൻ സാധ്യതയുണ്ട്. വിചാരിക്കുന്നതിനപ്പുറമായി സമ്പത്ത് വരാം. നാട്ടിലൊരു വീട്, ആ നാട്ടിലൊരു വീട്, 6 മാസം അവിടെ, 6 മാസം ഇവിടെ, വലിയ നിലയിൽ ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഒത്തിരി കാശൊക്കെ വന്നപ്പം പലരും വന്ന വഴികളും അനുഗ്രഹിച്ച ദൈവത്തെയും മറന്നുപോയി. ഒരു കാര്യം പറയട്ടെ, പല ആളുകളും പരാജയപ്പെട്ടത് കാശ് വന്നപ്പോൾ ആ കാശിൻ്റെ കൂടെ പോയവരാ പലരും ജീവിതത്തിൽ തോറ്റുപോയി. എത്ര കാശ് വന്നാലും ദൈവത്തോട് പറയും, ഇത് ദൈവം എനിക്ക് തന്നതാണ്, ഇത് ദൈവാനുഗ്രഹം കൊണ്ടുണ്ടായതാണ്. അതെന്നും മറക്കുന്നോ അന്ന് മുതലാണ് തോറ്റുപോകാൻ തുടങ്ങുന്നത്. പലരും അങ്ങനെയാണ്. ദൈവം നിങ്ങൾക്ക് എത്ര സമ്പത്ത് തന്നാലും ഇന്ന് തീരുമാനിച്ച്, കർത്താവേ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പിള്ളേർക്കും എത്ര ജോലിയുള്ള സാലറിയും
എത്രമാത്രം സമ്പത്തും സ്ഥലവും വരുമാനങ്ങളും വന്നാലും ഞാൻ അഹങ്കരിക്കത്തില്ല. അത് ദൈവം എനിക്ക് തന്നതാണെന്ന് ഞാൻ എന്നും വിശ്വസിക്കും. അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ തയ്യാറായാൽ ദൈവം നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കാൻ വിശ്വസിക്കുന്നു. ഇവിടെ എഴുതിയിട്ടുണ്ട് 14-ാം വാക്യം മുതൽ അബ്രാഹത്തോട് ദൈവം പറഞ്ഞത്, നിന്റെ സമ്പത്ത് നിന്റെ കാലം വരെ സമ്പത്തുണ്ടാകുന്നല്ല, നിനക്കും നിന്റെ പിള്ളേർക്കും ആ അനുഗ്രഹം, അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആ സ്ഥലപരിമിതി വർദ്ധിച്ചത് കണ്ടോ? മക്കൾക്ക് പോലും ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമാകാൻ പറ്റി. ഇവിടെ ഇരിക്കുന്ന ഞാനിപ്പോൾ പ്രസംഗിച്ചത് എന്നറിയാമോ? ദൈവാനുഗ്രഹത്തിൽ കൈവന്ന സമ്പത്തിനെ കുറിച്ചാണ്. അത് ദൈവം നമുക്ക് തരുന്ന സമ്പത്താണ്. ദൈവം നിങ്ങൾക്ക് തരുന്ന സമ്പത്ത് നിങ്ങൾക്കുണ്ടാകണം. അത് നിങ്ങളുടെ കയ്യിൽ വരണം. പ്രാർത്ഥിക്കണം, ദൈവം തരുന്ന സമ്പത്ത് എനിക്ക് വേണം, ദൈവം തരുന്ന അനുഗ്രഹം എനിക്ക് വേണം, ദൈവം തരുന്ന ഐശ്വര്യം എനിക്ക് വേണം, ദൈവം തരുന്ന ഭാഗ്യം എനിക്ക് വേണം. അത് ദൈവം തരുന്ന സമ്പത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കെ പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി വളരെ ശ്രദ്ധിക്കണം, ഈ സമ്പത്ത് വരുമ്പോൾ സമ്പത്തിൻ്റെ പുറകെ പോകുന്ന അബ്രാഹത്തെ കാണത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ഥലത്തെ പുരോഹിതനും രാജാവുമായ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, അബ്രഹാം എൻ്റെ സമ്പത്ത് മുഴുവൻ നീ എടുത്തോ, സമ്പത്ത് മുഴുവൻ എടുത്തോ. നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് തന്നേച്ച് പൈസയും സമ്പത്ത് മുഴുവൻ എടുത്തോളാൻ സ്ഥലത്തെ രാജാവും പുരോഹിതന്മാരും പറഞ്ഞു. അപ്പോൾ അബ്രഹാം പറഞ്ഞ വാക്കെന്നറിയോ? അയ്യോ, എനിക്ക് നിങ്ങളുടെ സമ്പത്ത് വേണ്ട. നിങ്ങളുടെ കാലേ കിടക്കുന്ന ചെരുപ്പിൻ്റെ വള്ളി പോലും ഞാൻ എടുക്കത്തില്ല. ഇങ്ങനെ തന്നെ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സമ്പത്ത് വേണ്ട, കാലേ കിടക്കുന്ന ചെരുപ്പിൻ്റെ വള്ളി പോലും ഞാൻ എടുക്കത്തില്ല. പിന്നീട് നിങ്ങൾ പറയും, നിങ്ങളാണ് എന്നെ സമ്പന്നരാക്കിയെന്ന് പറയും, ഞാൻ നിങ്ങളുടെ സമ്പത്ത് സ്വീകരിക്കത്തില്ല. അബ്രഹാം പറഞ്ഞു, എന്നെ സമ്പന്നനാക്കിയത് ദൈവമാണ്. എന്നും പറയണം കേട്ടോ, എത്ര കാശ് വന്നാലും പറയണം, എന്നെ സമ്പന്നനാക്കിയത്, എനിക്ക് ഈ സ്ഥാനവും ഈ വാഹനവും ഈ ഉയർച്ചയൊക്കെ തന്നത് ദൈവമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടല്ലോ, ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നു. ഈ ലോത്ത് പോലും അബ്രാഹത്തെ തോൽപ്പിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. പുള്ളി തോറ്റുപോയി. പുള്ളിയുടെ സമ്പത്തൊക്കെ പോയി, പുള്ളിയുടെ സമ്പത്തെല്ലാം കയ്യിൽ നിന്ന് പോയി ലോത്തിൻ്റെ. പക്ഷെ അബ്രാഹത്തിൻ്റെ സമ്പത്തൊന്നും നഷ്ടപ്പെട്ടില്ല. ദൈവം തരുന്ന സമ്പത്താണോ കൂടെയുള്ളത്, അത് ദൈവത്തിൻ്റെ സംരക്ഷണവും കൂടെ കാണും. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുക, ദൈവം തരുന്ന സമ്പത്ത്. ഞങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്, കർത്താവേ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ചിലർക്ക് നല്ല വീടില്ല, അവർക്ക് നല്ല വീട് കൊടുക്കണമേ. ഇവിടെയുള്ള ചിലർക്ക് നല്ലൊരു വണ്ടിയില്ല, സഞ്ചരിക്കാൻ ഒരു കാറോ വണ്ടിയോ ഒന്നും ഇല്ല, നല്ല സഞ്ചരിക്കാൻ കൊള്ളുന്ന നല്ലൊരു വാഹനം അവർക്ക് കൊടുക്കണമേ. ചില ആളുകളുടെ വീട്ടിലേക്ക് വഴിയൊന്നുമില്ല, നല്ല വഴിയുള്ള ഒരു സ്ഥലം അവർക്ക് കൊടുക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ചില ആളുകൾ വാടകയ്ക്കാണ്, അവർക്ക് നല്ലൊരു വീട് വയ്ക്കാൻ ഭാഗ്യം കൊടുക്കണമേ, നല്ലൊരു പറമ്പ് മേടിക്കാൻ ഭാഗ്യം കൊടുക്കണമേ. ഇതിൽ ദൈവാനുഗ്രഹമാണ്. അതൊക്കെ ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. അതാ തോബിത്ത് പറഞ്ഞത്, മകനെ നമ്മൾ ദരിദ്രനായി തീർന്നതിൽ നിനക്ക് ഒട്ടും ടെൻഷൻ വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തിയുണ്ടോ, വലിയ സമ്പത്ത് നിനക്ക് കൈവന്നോളും. വലിയ സമ്പത്ത് നിനക്ക് ദൈവം തന്നോളും. ദൈവം തരുന്ന സമ്പത്തിന് വേണ്ടി ഒന്ന് ആഗ്രഹിച്ച്, നിങ്ങളുടെ മക്കളിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ പോരെ ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് വീട്ടിൽ കയറി വരാൻ? നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ആ രാജ്യത്ത് പോയാൽ പോരെ ദൈവാനുഗ്രഹമുള്ളൊരു സമ്പത്ത് വരാൻ? കർത്താവേ, ഞങ്ങൾക്ക് എങ്ങനെയും കിട്ടുന്ന സമ്പത്തൊന്നും വേണ്ട, കട്ടും മോട്ടിച്ചതും തട്ടിച്ചെടുത്തതൊന്നും വേണ്ട, ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ വന്ന് ആരും കരയാനും ശപിക്കാനും ഇടയാവില്ലേ. ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നിന്ന് ആരും പ്രാകാനും തെറി പറയാനും ചീത്ത പറയാനും ഒന്നും ഇടയാകില്ല. ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് വരണമേ. ഒരു നിമിഷം നിങ്ങളത് പ്രാർത്ഥിച്ചേ, ഒരു നിമിഷം അത് പ്രാർത്ഥിച്ചേ. ഒരുപാട് പേർ കടത്തിലുള്ളവരാണ്, ഒരുപാട് പേർക്ക് വീടില്ല, ഒരുപാട് പേർക്ക് നല്ലൊരു ജോലിയില്ല, ഒരുപാട് പേർക്ക് സഞ്ചരിക്കാൻ ഒരു കുഞ്ഞു വണ്ടി പോലുമില്ല, ഒരു കുഞ്ഞു വാഹനമില്ല, ഒരു സ്കൂട്ടിയില്ല, ഒരു കുഞ്ഞു കാറില്ല. ചിലരൊക്കെ ആഗ്രഹിക്കും, ദൈവമേ, മഴക്കാലം വരുമ്പോൾ മഴ നനയാതെ പോകാൻ പറ്റുന്നൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ,
ആഗ്രഹിക്കുന്നവരുണ്ട്. നല്ല വാഹനങ്ങളെ മേടിക്കാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. നല്ലൊരു വീട് മേടിക്കാൻ, വീട് പണിയാൻ, അതിൽ സമാധാനത്തോടെ ആകാൻ ദൈവം ഭാഗ്യം തരട്ടെ. ഹല്ലേലൂയ. ഈ വാക്കുകളെല്ലാം ഓർത്തേ. നമ്മൾ പറയും സമ്പത്ത് ദൈവാനുഗ്രഹം അല്ലെന്നൊക്കെ ചിലരൊക്കെ പറയും. സമ്പത്ത് ദൈവാനുഗ്രഹമാണ്. സമ്പത്ത് ദൈവാനുഗ്രഹം. അത് ദൈവം അറിഞ്ഞു തന്നാലേ നമ്മുടെ കയ്യിൽ ഇരിക്കത്തുള്ളൂ. ദൈവം അറിഞ്ഞു തന്നാലേ, ദൈവം ആശീർവദിച്ച് തന്നാലേ അത് നമുക്കൊരു ഗുണമാകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്. സാമ്പത്തികം ഉള്ളവർ കാണും, ഇല്ലാത്തവർ കാണും, ഇടത്തരക്കാർ കാണും, ജോലി ആഗ്രഹിക്കുന്നവരുണ്ടാവും. ദൈവം നിങ്ങൾക്ക് നൽകിയ സമ്പത്തൊന്നും കളഞ്ഞേക്കല്ല്. ദൈവം നിങ്ങൾക്ക് നൽകിയ സമ്പത്തൊന്നും ചുമ്മാ ദർബാർ അടിച്ച് കളയരുത്. 500 രൂപയ്ക്ക് 5000 രൂപ പൊടിച്ച് തീർക്കരുത്. 5000 രൂപയ്ക്ക് 1,00,000 രൂപ അങ്ങ് പൊടിച്ച് തകർത്ത് തീർക്കരുത്. അതിൽ ശ്രദ്ധ വേണം. ഒരു കൈകാര്യം ചെയ്യാനുള്ളൊരു കഴിവ് വേണം. പലർക്കും പണമുണ്ട്, എന്നാ ചെയ്യണ്ടേന്നറിയത്തില്ല. അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, അങ്ങോട്ട് മറിച്ചു, ഇങ്ങോട്ട് മറിച്ചു. കണക്ക് കൂട്ടുമ്പോൾ ഓരോ എത്തും പിടിയില്ല. ഇതിലെയൊക്കെയോ പോയി. ഒരു മെച്ചവും ഇല്ല, ഒന്നും മിച്ചവും ഇല്ല. ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് മാത്രമല്ല, പ്രാർത്ഥിച്ച് അത് കൈകാര്യം ചെയ്യാൻ ഒരു കഴിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ചിലര് 10 രൂപ കിട്ടിയ 10 കാര്യത്തിനായിട്ട് അത് ചെയ്യും. 100 രൂപ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. ചിലർ 1,00,000 രൂപ കിട്ടിയാലും ഒന്നും ചെയ്യത്തില്ല. പ്രാർത്ഥിച്ച് അബ്രഹാം ദൈവത്തിന് ബലിപീഠം പണിത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയപ്പോൾ ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് ആ അബ്രാഹത്തിൻ്റെ മേൽ വന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ദേശം മതിയായില്ല പോലും. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് ശ്രദ്ധിച്ചേ, അബ്രഹാം ഇത്രയും സമ്പത്തൊക്കെ വരുന്നതിന് മുമ്പ് ബലിപീഠമൊക്കെ നിർമ്മിച്ചു പ്രാർത്ഥിച്ചു. സമ്പത്തൊക്കെ വന്നേച്ച് ബലിപീഠം പണിതോ? ഇതാ 13-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ഇഷ്ടം പോലെ സമ്പത്ത് വന്നു, ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം പോലും മതിയായിരുന്നില്ല. നീ മുന്നോട്ടും പുറകോട്ടും സൈഡിലേക്കൊക്കെ നടക്കുക, നീ നോക്കുന്നതും കാണുന്നതും ഒക്കെയും ഞാൻ നിനക്ക് തരും. ഐശ്വര്യമായി അനുഗ്രഹിച്ചപ്പോൾ ദൈവത്തെ മറക്കുന്ന ഒരു അബ്രാഹത്തെ അല്ല കാണുന്നത്. ഇത്രയും ഐശ്വര്യം വന്നപ്പോഴും ഇതേ അബ്രഹാം അപ്പുറത്ത് വീണ്ടും ബലിപീഠം പണിത് ദൈവത്തിന്റെ നാമത്തെ വിളിച്ചു. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴാ നിങ്ങളിൽ നിലനിൽക്കുന്ന ഐശ്വര്യം ഉണ്ടാകുന്നത്, നിലനിൽക്കുന്ന സമ്പത്തുണ്ടാകുന്നത്, നിലനിൽക്കുന്ന സമ്പത്ത് കൈവരുന്നത്. ഒരു നിമിഷം നിങ്ങൾ ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, കർത്താവേ ഞങ്ങളെ സാമ്പത്തികമായിട്ടൊന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച്. കർത്താവേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് 1000 രൂപ അവിടുന്ന് വായ്പ മേടിച്ചിട്ടാണ് വന്നത്. എന്നും കടവും മാത്രമേ ഉള്ളൂ, ഒന്നും മെച്ചവും ഇല്ല, മിച്ചവും ഇല്ല. സാമ്പത്തികമായി ഒന്ന് അനുഗ്രഹവും ആകണമെന്ന് പ്രാർത്ഥിച്ച് ചിലർ ഇസ്രായേലിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരെ ഞാൻ ഇന്ന് കണ്ടു. ചിലർ വിവിധ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ കണ്ടു. നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരട്ടെ. ഏതു രാജ്യത്തെത്തിയാലും, ഏത് പട്ടണത്തിലെത്തിയാലും അവിടെ നിങ്ങളൊരു സാക്ഷ്യമായി മാറണം. അവിടെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ പറയണം. അവിടെ നിങ്ങളൊരു സാക്ഷ്യമായി മാറണം. നിങ്ങൾ ഇവിടെ വന്നത് ദൈവാനുഗ്രഹമാണെന്ന് പറയണം. ഹല്ലേലൂയ. ഒരു നിമിഷം കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് സാധ്യമെങ്കിലും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ദൈവാനുഗ്രഹമുള്ള സമ്പത്ത്, ദൈവാനുഗ്രഹമുള്ള സമ്പത്ത്, ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ, നിങ്ങളുടെ കുടുംബത്തിൽ വരുവാൻ, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ വരുവാൻ ഈടയാകട്ടെ, ഈടയാകട്ടെ, ഈടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഈ കേവലം ഈ അരമണിക്കൂറേക്കല്ല പ്രയോജനപ്പെടുക. ഇതെല്ലാം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുക്കണം. സമ്പത്തൊരനുഗ്രഹമാണ്. സമ്പത്ത് അനുഗ്രഹമായിട്ട് നമ്മുടെ കയ്യിൽ വരും, ദൈവം തരും, ബൈബിൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ സമ്പത്തിൻ്റെ പുറകെ പോകുമ്പോഴല്ല സമ്പത്ത് വരുന്നത്. ദൈവത്തോട് ചേർന്ന് വിശ്വസ്തയോടെ നിൽക്കുന്നവനെ സാമ്പത്തികമായും ദൈവം അനുഗ്രഹിച്ചിരിക്കും. അബ്രാഹത്തിന് ഒരാൾ പറഞ്ഞു, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു ഇഷ്ടം പോലെ പണം ഓഫർ ചെയ്തു, ഇഷ്ടം പോലെ പൈസ. പുള്ളി പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു, എനിക്ക് സമ്പത്ത് വേണ്ടാന്ന് പറഞ്ഞു. സമ്പത്ത് കിട്ടി ആരെങ്കിലും വേണ്ടെന്ന് പറയൂ? ഞാൻ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ ആരെങ്കിലും വേണ്ടെന്ന് പറയൂ? വേഗം അത് കിട്ടാൻ വേണ്ടി കൈ നീട്ടും. അബ്രഹാം പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു.
എന്നെ സമ്പന്നനാക്കുന്ന ദൈവമാണ്, നിങ്ങളുടെ പൈസ നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ആരെങ്കിലും പറയുമോ, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും പറയുമോ നിങ്ങളുടെ പൈസ കൊടുത്താൽ വേണ്ടെന്ന്? വളരെ ചുരുക്കം ആളുകളെ പറയത്തുള്ളൂ. 2 കൈ നീട്ടി സ്വീകരിക്കും. പക്ഷേ അബ്രാഹാം പറഞ്ഞു, എന്നെ സമ്പന്നനാക്കിയത് ദൈവമാണ്. നിങ്ങളുടെ സ്വർണമോ നിങ്ങളുടെ പണമോ നിങ്ങളുടെ കാലേ കിടക്കുന്ന ചെരുപ്പിൻ്റെ വള്ളി പോലും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് എവിടെയാണ്? 14-ാം അധ്യായം 18 മുതലുള്ള വാക്യം വായിക്കുമ്പോഴാണ് നിങ്ങൾക്കത് പിടികിട്ടും. 14-ാം അധ്യായം 18-ാം വാക്യം. ഇതെല്ലാം അബ്രഹാം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 14:18. സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. പുരോഹിതനായ ആളാണ് മെൽക്കിസദേക്ക്. അദ്ദേഹം സാലേം രാജാവായ മെൽക്കിസദേക്കാണ്. രാജാവുമാണ്, പുരോഹിതനുമാണ്. ഇദ്ദേഹം ബലിയർപ്പിച്ചു. അവൻ അബ്രഹാമിനെ കണ്ട് ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാ കടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. അബ്രാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു. 21-ാമത്തെ വാക്യം ശ്രദ്ധിക്കുവാണ്. കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുക, മറന്നു പോകരുത് ഈ വാക്ക്. 21. സോദോം രാജാവ് അബ്രാമിനോട് പറഞ്ഞു. സോദോം പറഞ്ഞത് പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ ഒന്നുമല്ല, ഒരു രാജ്യത്തിൻ്റെ ഭരണകർത്താവ് പറയുക. സോദോം രാജാവ്, ഒരു പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോടെയോ ഒക്കെ പദവിയിലുള്ള അന്നത്തെ കാലത്തുണ്ടായിരുന്ന രാജാവ് പറയുക അബ്രാമിനോട് പറഞ്ഞു. സോദോം രാജാവ് പറഞ്ഞു, ആളുകളെ എനിക്ക് വിട്ടു, നിന്റെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങോട്ട് താ, കുറെ സമ്പത്ത് നീ എടുത്തോളാൻ പറഞ്ഞു. സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക. പറഞ്ഞത് അപ്പുറത്തെ 100 ഏക്കർ സ്ഥലമുള്ള ഒരുത്തനല്ല. സ്ഥലത്തെ രാജാവ് പറഞ്ഞു, സമ്പത്തൊക്കെ അബ്രഹാം നീ എടുത്തോ, കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അബ്രഹാം പറഞ്ഞു, തരില്ല, എനിക്ക് വേണ്ട, സമ്പത്ത് വേണ്ടെന്ന് പറഞ്ഞു. വായിക്കാം അടുത്തത്. അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ മുൻപിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിന്റെ മുമ്പിൽ ശപഥം ചെയ്തു പറഞ്ഞു, നിങ്ങളുടേതായ ഒരു ചരടോ ഒരു വള്ളിയോ ചെരുപ്പിന്റെ വള്ളിയോ ഒന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ വള്ളി പോലും എനിക്ക് വേണ്ട. നിങ്ങൾ തരുന്നൊരു വള്ളിയോ നിങ്ങളുടെ ചെരുപ്പിന്റെ ആ വള്ളി തരാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട. അടുത്തത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ തന്നേച്ച് പിന്നെ നിങ്ങൾ പറയും അബ്രാം സമ്പന്നനാകാൻ ഞങ്ങളുടെ സമ്പത്തെല്ലാം എടുത്തോണ്ടാകുമ്പോൾ നിങ്ങൾ സമ്പന്നനായെന്ന് നിങ്ങൾ പറയും. അബ്രാം എന്നാ പറഞ്ഞത്? എന്നെ സമ്പന്നനാക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങളുടേതായ ഒരു വള്ളിയോ ചെരുപ്പോ സ്വർണമോ ബാഗോ ഒന്നും എനിക്ക് വേണ്ട. എന്നെ സമ്പന്നനാക്കുന്നത് ദൈവമാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ കൊട്ടപ്പിടി പൈസയെല്ലാം മേടിച്ചാൽ നിങ്ങൾ നാളെ റോട്ടിലിറങ്ങി വിളിച്ച് പറയും നിങ്ങൾ തന്ന സമ്പത്താണ് അബ്രാമിൻ്റെ സമ്പത്ത് അല്ല, എൻ്റെ സമ്പത്ത് എനിക്ക് ദൈവം തന്നതാണ്. നിങ്ങൾ എന്നെ സമ്പന്നനാക്കി എന്ന് പറയും. നിങ്ങൾ ചിന്തിക്കണം, അബ്രാഹാം സമ്പത്ത് വന്നപ്പോൾ സമ്പത്തിനോട് ആർത്തിയോ സമ്പത്തിൻ്റെ പുറകെ പോകുന്ന അബ്രാഹത്തെയോ കണ്ടില്ല. അബ്രഹാം അപ്പോഴും ദൈവത്തോടൊപ്പം നിന്നു. ദൈവത്തോടൊപ്പം നിൽക്കുന്നവനെ ആത്മീയമായി മാത്രമല്ല സാമ്പത്തികമായും ദൈവം അനുഗ്രഹിച്ച് മുമ്പിലെത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ ഈ പുസ്തകത്തിൽ കാണാൻ പറ്റും. ഒരു കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര സമ്പത്ത് വന്നാലും, എന്നാ വലിയ വീട് വച്ചാലും, എത്ര വലിയ കാറിൽ യാത്ര ചെയ്താലും ഒരിക്കലും അഹങ്കരിക്കല്ല്. ഞാൻ വലിയ പുള്ളിയാന്ന് ചിന്തിക്കരുത്. ഇത് ദൈവം എനിക്ക് തന്നതാണ്. ചെറിയൊരു വണ്ടിയിലും ഉണ്ടോ യാത്ര ചെയ്യാൻ? അത് ദൈവാനുഗ്രഹമാണ്. കുറച്ച് കാശയിലും ആ പേഴ്സിലുണ്ടോ? ദൈവാനുഗ്രഹമാണ്. ചെറിയ ജോലിയുണ്ടോ തൽക്കാലം? ദൈവാനുഗ്രഹമാണ്. അത് ദൈവാനുഗ്രഹമായിട്ട് കണ്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോക്കോ. ഇന്നുള്ളതിനേക്കാൾ ഐശ്വര്യത്തിൽ ദൈവം നിങ്ങളെ ശാശ്വതമായി അനുഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിൽ ദൈവം എത്തിച്ചിരിക്കും. ഇന്ന് ഞാൻ കണ്ട കുറേ ആളുകളെ, കുറേ മനുഷ്യരെ സാമ്പത്തികമായി ഭയങ്കര പ്രയാസത്തിലാണ്. അവർക്ക് പൈസയില്ല. പിള്ളേർ 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഇനി സ്കൂളിൽ കോളേജിൽ വിടാൻ ഫീസ് അടയ്ക്കാൻ കാശില്ല. നേഴ്സിംഗ് പഠിപ്പിക്കാൻ 7 ലക്ഷം രൂപ വേണം, പൈസയില്ല. അക്കൗണ്ടിലാകെ 3200 രൂപ കിടപ്പുണ്ട്.
8 ലക്ഷം രൂപയ്ക്ക് എന്നാ ചെയ്യും? പല കാര്യങ്ങളിൽ ഭാരപ്പെടുന്നുള്ള മനുഷ്യർ ഇതിനകത്തുണ്ട്. ഇവിടെ സാമ്പത്തികമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കണ്ടോ? നിങ്ങളും പ്രാർത്ഥിച്ചോ? നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലും ദൈവത്തിൻ്റെ ചില അത്ഭുതങ്ങൾ ഉണ്ടാകും. വിചാരിക്കാത്ത വ്യക്തികൾ നിങ്ങളെ സഹായിക്കാൻ ചിലപ്പോൾ തയ്യാറാകും. നമ്മുടെ കയ്യിലിരിക്കുന്ന സമ്പത്തെല്ലാം നമുക്കുള്ളതല്ല. ചിലത് നമ്മുടെ കയ്യിൽ തന്നത് വേറൊരാൾക്ക് വേണ്ടിയാണ്. നമ്മുടെ സമ്പത്തെല്ലാം നമ്മൾക്കല്ല. ചിലർ ചോദിക്കും, അയ്യോ ഞാൻ ഈ സമ്പത്ത് തന്നു. ഞാൻ ചിലർക്ക് കാശ് കൊടുത്ത് അവർ മേടിക്കത്തില്ല. അയ്യോ ഞങ്ങൾക്ക് പൈസ വേണ്ടാന്ന് പറയും. പ്രാർത്ഥിച്ചാൽ മതി. അല്ല, നിങ്ങൾക്ക് വേണ്ടി അത് ദൈവം എൻ്റെ തന്നതാണെങ്കിലോ, എൻ്റെ കയ്യിലിരിക്കുന്ന 5000 രൂപ നിങ്ങൾക്ക് തരാൻ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ച് അതുകൊണ്ട് തരുക. ദൈവം ചിലത് നിങ്ങൾക്കുള്ളതിനെ ചില നല്ല മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ദൈവകൃപയാൽ നിങ്ങളുടെ കയ്യിലേക്ക് വരും. അതാ തോബിത്ത് പറഞ്ഞത്, മകനെ ഇപ്പോൾ സമ്പത്ത് കുറവായത് കൊണ്ട് നിനക്ക് ടെൻഷനൊന്നും വേണ്ട. നീ ദൈവത്തോട് ഭക്തിയോടെ നിന്നോ, നിനക്ക് വലിയ സമ്പത്ത് നിന്റെ കയ്യിൽ വരും. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ കണ്ടത് എന്താണ്? ദൈവാനുഗ്രഹമുള്ള സമ്പത്ത്. അങ്ങനെയാണെങ്കിൽ സുവിശേഷത്തിൽ ധനവാനും ലാസറും പുള്ളി എന്തിനാ നരകത്തിൽ പോയത്? പുള്ളി എങ്ങനെ സ്വർഗത്തിൽ പോകാതിരുന്നത്? ആ സമ്പത്തിന് എന്താ പ്രശ്നം? ഈ സമ്പത്തിന് എന്താ പ്രത്യേകത? ആ സമ്പത്തിന് ചെറിയ പ്രശ്നമുണ്ട്. ആ സമ്പത്ത് ഭയങ്കര ആർത്തിയുള്ളൊരു സമ്പത്താണ്. ഞാനത് വാക്യം വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യം. ഇവിടെയുണ്ടൊരു പൈസക്കാരൻ, പക്ഷെ പുള്ളി തോറ്റുപോയി, എവിടെ എത്തിയിട്ടില്ല. പക്ഷെ അപ്പുറത്തൊരു സമ്പന്നനായ അബ്രാഹം ഉണ്ട്. പുള്ളി അദ്ദേഹം സ്വർഗത്തിലെത്തി. അപ്പോൾ ദൈവാനുഗ്രഹമുള്ള സമ്പത്താ ഒരാളെ സ്വർഗത്തിലെത്തിക്കുന്നത്. ദൈവാനുഗ്രഹമുള്ള സമ്പത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. ദൈവാനുഗ്രഹമുള്ള സമ്പത്ത്, ദൈവത്തിൻ്റെ ആശീർവാദമുള്ള സമ്പത്ത്. വായിക്കുകയാണ് ലൂക്കാസ് വിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യം. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. വലിയ കാശുകാരനാണ് പുള്ളി. അവൻ ചമന്ന പട്ടും മൃദുല വസ്ത്രവും, രാജാക്കന്മാരിടുന്നേ കുട്ട് റെഡ് കളറിലുള്ള പട്ടുവസ്ത്രവും, പട്ടു സാരി എന്നൊക്കെ പറയുന്നത് പോലെ പട്ടുവസ്ത്രമൊക്കെ ധരിക്കാറുണ്ടായിരുന്നുള്ളൂ. പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് നല്ല ശാപ്പാട്, നല്ല ഫുഡ് കഴിക്കുക. പുള്ളിയുടെ വീട്ടിൽ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല ഭക്ഷണം കഴിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. പുള്ളി ഭയങ്കര സന്തോഷമാണ്. നല്ല ശാപ്പാടുണ്ട്, നല്ല വീടുണ്ട്, നല്ല വസ്ത്രം, ഒന്നിനും ഒരു കുറവില്ല. പക്ഷെ പുള്ളിയുടെ വീടിന്റെ മുമ്പിൽ ഒരു പുള്ളി കിടപ്പുണ്ടായിരുന്നു. അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. ആ വീടിന്റെ സൈഡിൽ ഒരു പാവപ്പെട്ടവൻ കിടപ്പുണ്ട്. പുള്ളി മൈൻഡ് ചെയ്തിട്ടില്ല. പുള്ളിയാണെ ആകെ ചൊറിയും പിടിച്ച് രക്തം ഒഴുകി ആകെ ക്ഷീണിതനായിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. കഷ്ടമായി. പക്ഷെ പുള്ളിയെ കണ്ടിട്ട് ഒരു അലിവും പുള്ളിക്കില്ല. ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് കൈവരുന്നവൻ്റെ പ്രത്യേകത, അർഹതയുള്ള ഒരാളെ കാണുമ്പോൾ അവൻ്റെ മനസ്സ് പടയും. അവൻ്റെ മനസ്സിന് ഭയങ്കര കൊടുക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് വരുമ്പോൾ നിങ്ങൾ തീരുമാനമെടുത്തോണം. നിങ്ങളുടെ പ്രിയപ്പെട്ട ചിലരിൽ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ ചേട്ടാനിയന്മാരുടെ മക്കൾ ചിലപ്പോൾ വലിയ കഷ്ടത്തിലായിരിക്കും. അവർ ഞങ്ങളോട് പണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് അവരെ ഒന്ന് സഹായിച്ചിട്ട് കാര്യമില്ലെന്ന്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമ്പം അവരെ സഹായിച്ചോണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് അപ്പുറത്ത് സഹോദരൻ ഒരാൾ പറഞ്ഞ്, എല്ലാ കാശും ഇഷ്ടം പോലെ ഉണ്ട്, വീടും പണിതു, വീടിന് ചുറ്റും മതിലും പണിതു. സ്വന്തം കൂടപ്പിറപ്പിൻ്റെ സഹോദരൻ്റെ മകന് കൊച്ചിന് ഫീസ് അടയ്ക്കാനില്ലാതെ കഷ്ടപ്പെട്ടു, 5 പൈസ സഹായിച്ചില്ല. നിങ്ങളെ ദൈവം, നിങ്ങളുടെ പിള്ളേരിവിടെ ഇരിക്കുന്നവരുണ്ട്, യുവാക്കളുണ്ട്. നിങ്ങളൊക്കെ പാസ്പോർട്ടൊക്കെ എടുത്ത് പിടിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ 100 കൈകൾ ഇവിടെ അങ്ങ് ഉയരുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. നിങ്ങളൊക്കെ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കടലും കരയും കിടന്ന് 5-10 വർഷം കഴിയുമ്പോൾ സ്ഥിതിയൊക്കെ അങ്ങ് മാറുമ്പോൾ ഇതങ്ങ് മറക്കല്ല്.
ദൈവാനുഗ്രഹമായി സമ്പത്ത് വരുമ്പോൾ അങ്ങനെ ഒരു മനസ്സോണം ഓർത്തോണം. പ്രിയപ്പെട്ട ചിലർ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് പറ്റുന്ന പോലെ, ഒക്കുന്ന പോലെ, കണക്ക് പറയാതെ ഒന്നിനും ഒരു കുറവുണ്ടാവത്തില്ല കേട്ടോ. ഈ മനുഷ്യൻ 5 പൈസ സഹായിക്കാൻ ഒരു മരുന്ന് മേടിച്ച് കൊടുക്കാൻ പോലും തയ്യാറായില്ല. ഈ മനുഷ്യൻ, പുള്ളിക്ക് കാശുണ്ട്, ഇഷ്ടംപോലെ ഫുഡും ഉണ്ട്, നല്ല വസ്ത്രമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. പക്ഷെ ആ മനുഷ്യനോട് ഒരു അലിവ് തോന്നിയില്ല. 2 പേര് മരിച്ചുപോയി. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് ശ്രദ്ധിച്ചോ? എവിടെ എത്തിച്ചു? അബ്രാഹത്തിന്റെ മടിയിലേക്ക്. അബ്രാഹാം വലിയ കാശുകാരനായിരുന്നല്ലോ. ആ സമ്പന്നൻ സ്വർഗത്തിൽ പോയി. ഇപ്പൊ ഇവിടെ ഇരുന്ന് കാണുവാണ്, ആ ദരിദ്രൻ മരിച്ചു. പക്ഷേ ചെന്നിരിക്കുന്നത് പണ്ട് ഒത്തിരി കാശുണ്ടായ, ദൈവാനുഗ്രഹമുള്ള സമ്പത്തുണ്ടായിരുന്ന അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്നതായിട്ട് ലാസർ മരിച്ചു. ഇല്ലേ, ലാസർ മരിച്ചു, ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. അബ്രാഹത്തിന്റെ മടിയിൽ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. മടിയിൽ അബ്രാഹത്തിന്റെ ആ മടി ഒരു സ്വർഗമായിട്ട് മാറി. എന്നാൽ കാശുകാരൻ മരിച്ചപ്പോഴോ ഒരലിവുമില്ല, ഒരാളെ സഹായിക്കത്തില്ല, ഒരു ഉപകാരവും ചെയ്യാത്ത ഈ സമ്പന്നനോ? ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ സമ്പന്നൻ നരകത്തിൽ പോയി, അബ്രാഹാം സ്വർഗത്തിൽ പോയി. ഇവിടെ ഒരു കാശുകാരൻ നരകത്തിൽ പോയി. എന്താ 2 കാശിൻ്റെയും പ്രത്യേകത? ഒന്ന് ദൈവാനുഗ്രഹമുള്ള സമ്പത്താണ്, ഒന്ന് സമ്പത്ത് മാത്രമേ ഉള്ളൂ. എപ്പോൾ പറഞ്ഞാൽ പൈസ 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 പൈസ, പണം 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 പണം. പൈസയുടെ പുറകെ പോയവരല്ല രക്ഷപ്പെട്ടത്. പണത്തിൻ്റെ പുറകെ പോയവരെല്ലാം പല സ്ഥലത്തും തകർന്നു പോയിട്ടുണ്ട്. പൈസയുടെ പുറകെ ഒരിക്കലും പോകല്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിൽക്കുക. ആവശ്യത്തിൽ അധികം ദൈവം തരും. വലിയ പാട്ട് പോലും അങ്ങനെയുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്ന് സമൃദ്ധമായിട്ട് തരുമെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതിലധികം. ഇവിടെ ഈ പൈസക്കാരൻ നരകത്തിൽ പോയി. അപ്പോൾ ഈ പൈസക്കാരൻ, നരകത്തിൽ കിടക്കുന്ന പൈസക്കാരൻ സ്വർഗത്തിലോട്ട് നോക്കിയപ്പോൾ കണ്ടതെന്താ? കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ. ദൂരെ അബ്രാഹാം പാവപ്പെട്ടവനും ഒരു കൂലിപ്പണിക്കാരനുമല്ല, അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പൈസക്കാരനാണ്. അത് ദൈവാനുഗ്രഹമാണ്. ദൈവത്തെ മറന്നിട്ടില്ല, പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല, ദൈവത്തോടൊപ്പം നിന്നു. ദൈവത്തിൻ്റെ വാക്ക് കേട്ട അബ്രാഹാം സമ്പന്നനാ, ദൈവാനുഗ്രഹമുള്ള സമ്പന്നൻ സ്വർഗത്തിലെത്തി. ഒരു ദയയില്ല, ഒരു ദാക്ഷിണ്യവും ഇല്ല, പ്രാർത്ഥനയില്ല, വിശ്വാസവും ഇല്ല, ദൈവവും ഇല്ല, ദൈവാരാധനയില്ലാത്തൊരു ധനികൻ ഒന്നും അല്ലാണ്ടായിപ്പോയി. നിങ്ങൾ ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് കൈവന്ന് നിലനിൽക്കുന്ന ഐശ്വര്യമായത് മാറാൻ വേണ്ടി ഇത് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഇത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റായിട്ട് എടുക്കരുത്. ഞാൻ എൻ്റെ വായനയിലും പഠനത്തിലും മനസ്സിലായ കാര്യമാണ്. നിങ്ങളോട് ചെറുതായ രീതിയിൽ പ്രസംഗി. എൻ്റെ വാക്കുകൾക്ക് പരിധികളുണ്ടാകും. ചിലപ്പോൾ ഇത് മനസ്സിലാകത്തില്ല. എന്തോ പുള്ളി ഇങ്ങനെ പ്രസംഗി തോന്നും. വേഗത്തിൽ അത് പറയുവാണ്. അബ്രാഹാം സമ്പന്നനാണ്, പക്ഷെ അബ്രാഹാം സ്വർഗത്തിലായെത്തിയത്. ഇവിടെ ഒരു ധനവാനുണ്ട്. പുള്ളി ദൈവത്തെ ആരാധിച്ചു എന്നോ, ദൈവവചനം കേട്ടുവെന്നോ, ദൈവത്തിന് ബലിപീഠം പണിതെന്നോ, ദൈവത്തിന് നന്ദി പറഞ്ഞെന്നോ ഒരു വാക്ക് പോലും എഴുതിയിട്ടില്ല. കാശുണ്ടായിരുന്നു, പുള്ളി വസ്ത്രം ധരിച്ചു, നല്ല ചാപ്പാട് കഴിച്ചു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അബ്രാഹാം പട്ടുവസ്ത്രം ധരിച്ചു എന്നോ ഭക്ഷണം കഴിച്ചു എന്നോ മാത്രമല്ല എഴുതിയിട്ടുള്ളത്. അബ്രാഹാം ദൈവത്തിന് ബലിപീഠം പണിതെന്ന് എഴുതിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ നാമം വിളിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്, ആരാധിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ വാക്കു കേട്ടു എന്ന് എഴുതിയിട്ടുണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അതാ മനുഷ്യനിൽ ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് വരാൻ കാരണമായത്. പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ, വചനം കേൾക്കുന്ന നിങ്ങളിൽ, ആരാധിക്കുന്ന നിങ്ങളിൽ, ദൈവത്തോടൊപ്പം നിൽക്കുന്ന നിങ്ങളിൽ ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് വരാൻ ദൈവം ഇടയാക്കും. ഒരു കരം ഉയർത്തി ഒന്ന് സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? നിങ്ങൾക്കിത് ഉപകാരമാകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെ അത് സ്വാധീനിക്കട്ടെ. കണ്ണുകളൊക്കെ നടച്ച്, നിങ്ങൾ മടുപ്പുണ്ടോ, ക്ഷീണമുണ്ടോ? ഇതിനകത്ത് നല്ല ചൂടൊക്കെ ഉണ്ട്. ആൾക്കാർ ഒരുമിച്ചിരിക്കുമ്പോൾ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടൊക്കെ ഇതിനകത്തുണ്ട്. ശരിയാണ്, നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, അവിടെ ഇരിക്കാൻ തന്നെ പാടുപെടുന്നുണ്ടെന്ന് അറിയാം. എങ്കിൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരനുഗ്രഹമായി വരട്ടെ. ഈ വചനം ഇങ്ങനെ സ്വീകരിക്കുന്നത് ഒരു സന്തോഷമാകട്ടോ.
നിങ്ങളോടിത് പറയാം. ഇന്നലെ ഞാനത് സൂചിപ്പിച്ചു. നിങ്ങളുടെ വീട്ടിലേക്ക് ഗസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ വരുവാന്നിരിക്കട്ടെ, അമേരിക്കയെന്നോ കാനഡയെന്നോ ബാംഗ്ലൂരെന്നോ പിള്ളേർ വരുവാന്നിരിക്കട്ടെ, നിങ്ങൾ നല്ല ശാപ്പാടൊക്കെ വീട്ടിലുണ്ടാക്കി വെച്ചു. ഇന്നലെ ഞാനത് പറഞ്ഞു. മക്കൾക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, നല്ല സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി. അവർ കാറിന് വന്നിറങ്ങിയപ്പം വീട്ടിൽ വന്നേച്ച് പറയാം, ഞങ്ങൾ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ച്, ഞങ്ങൾക്കൊന്നും വേണ്ട കേട്ടോ, ഞങ്ങൾ ഉറങ്ങാൻ പോവാ എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കി വെച്ച ആ പ്രിയപ്പെട്ടവരുടെ ചങ്കിൽ ഒരു ആണി തറയ്ക്കുന്ന വേദനയായിരിക്കും. എന്നാൽ ആ ഭക്ഷണം സന്തോഷത്തോടെ സ്വീകരിച്ച് ഒരു വാക്ക് പറയുവാന്നിരിക്കട്ടെ, നല്ല ഫുഡായിരുന്നു കേട്ടോ, ഒരു കോടി രൂപ ലോട്ടറി അടിച്ച സന്തോഷമായിരിക്കും. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനവും ഒരു ഭക്ഷണമാണ്. അത് ദൈവം നിങ്ങൾക്ക് വിളമ്പി തരുവാണ്. അത് ഇതിനകത്ത് ആവിയുണ്ട്, ചൂടുണ്ട്, ആവശ്യത്തിന് ഫാനും ഇല്ല, വലിയ ജനലും ഇല്ല, വാതിലും ഇല്ല, ഇതെന്തൊരു സ്ഥലമാണ് ഇതെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ദൈവവചനം സന്തോഷത്തോടെ സ്വീകരിക്കുമ്പം അത് പാകം ചെയ്ത് വിളമ്പുന്ന സ്വർഗത്തിലെ ദൈവം ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മുഖം, സ്വർഗത്തിലെ ദൈവമുഖം വളരെ ഹാപ്പിയാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖം വളരെ പുഞ്ചിരിച്ചായിരിക്കുന്നത്. നിങ്ങളെ നോക്കി ദൈവം പുഞ്ചിരിക്കുന്ന സമയമായത്. കണ്ണുകളെ ഒന്ന് അടയ്ക്കുമോ? എന്നിട്ട് പ്രാർത്ഥിച്ചേ. ഇന്ന് കേട്ട വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമോ? 2 ധനികനെ കുറിച്ച് കണ്ടു. അബ്രഹാം സാധാരണ കാശുകാരനൊന്നും ആയിരുന്നില്ല. ആ ദേശം പോലും ഒരുമിച്ച് ജീവിക്കാൻ മതിയാകാത്ത വിധം സമ്പത്തുണ്ടായിരുന്നു. ധാരാളം സമ്പത്ത് പുള്ളിക്ക് വന്നു. പക്ഷെ ദൈവത്തെ മറന്നിട്ടില്ല. സമ്പത്ത് ഇത്രയും വരുന്നതിന് മുമ്പ് ബലിപീഠം പണിതു, പ്രാർത്ഥിച്ചു. സമ്പത്ത് വന്നപ്പോഴും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുമ്പോട്ടും പുറകോട്ടും എല്ലാം നീ നടക്കുന്നതൊക്കെ നിനക്ക് തരുമെന്നൊക്കെ പറഞ്ഞ് വാഗ്ദത്തം കിട്ടിയപ്പോൾ ഇനി എന്തു ദൈവം, എന്തു പ്രാർത്ഥന എന്നൊന്നും പറഞ്ഞില്ല. കാശ് വന്നപ്പോഴും സമ്പത്തുണ്ടായപ്പോഴും ദൈവത്തെ മറക്കാത്ത അബ്രാഹത്തെ കാണാൻ പറ്റും. ദൈവാനുഗ്രഹമായി സമ്പത്ത് വന്നപ്പോൾ ഇനി സ്ഥലത്തെ രാജാവ്, സോദോം രാജാവും മെൽക്കിസദേക്കും ഒക്കെ പറഞ്ഞു, അബ്രഹാം നിന്റെ കൂടെയുള്ള ആൾക്കാരെ ഇങ്ങോട്ട് തരൂ, ഈ സമ്പത്തൊക്കെ നീ അങ്ങ് എടുത്തോ. അപ്പോൾ അബ്രഹാം പറഞ്ഞു, അയ്യോ സാറേ, സമ്പത്തൊന്നും വേണ്ട സാറേ, സമ്പത്തൊന്നും എനിക്ക് വേണ്ട. നിങ്ങളുടെ കാലയിൽ കിടക്കുന്ന വള്ളിയോ ചെരുപ്പിൻ്റെ വാറോ, ആ വള്ളി പോലും എനിക്ക് വേണ്ട. നിങ്ങൾ എന്നെ സമ്പന്നനാക്കിയെന്ന് പറയും, നിങ്ങളുടെ സമ്പത്ത് എനിക്ക് വേണ്ട. എന്നെ സമ്പന്നനാക്കുന്നത് ദൈവമാണ്. നിങ്ങൾ വിശ്വസിച്ച് സമ്പന്നനാക്കുന്ന ദൈവം ഉണ്ട് കേട്ടോ. അതാണ് തോബിത്ത് മകനോട് പറഞ്ഞത്, മകനെ ഇച്ചിരി കാശൊക്കെ കുറവായിപ്പം, ഇച്ചിരി കാശൊക്കെ ബുദ്ധിമുട്ടുണ്ട്, നിനക്ക് ആദി വേണ്ട, ടെൻഷൻ വേണ്ട, ഉത്കണ്ഠയൊന്നും വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തിയുണ്ടോ? ധാരാളം സമ്പത്ത് വരും, ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് വരും. അങ്ങനെങ്കിൽ പ്രാർത്ഥിച്ച് നല്ല വീടുകൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കട്ടെ, നല്ല ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കട്ടെ. ചില ആളുകൾക്കൊക്കെ നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല വസ്ത്രം ധരിക്കാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ട്. നല്ല വസ്ത്രം ധരിക്കുന്ന ആളുകളെ കാണുമ്പോൾ അപ്പുറത്തു നിന്ന് ചിലർ ചിന്തിക്കും, ഇതേ കൂട്ടൊരു വസ്ത്രം എനിക്കുണ്ടായിരുന്നെങ്കിൽ. റോട്ടിലൂടെ പോകുമ്പോൾ ചില വീടുകൾ കാണുമ്പോൾ വീടില്ലാത്ത ചിലർ വാടകയ്ക്ക് കിടക്കുന്നവർക്കും ഇതേ കൂട്ടൊരു വീട്, ഇതേ കൂട്ടൊരു വീട് എനിക്കുണ്ടായിരുന്നെങ്കിൽ. വീട് കയറി കൂടലിന് പോയപ്പോൾ ആ വീടിൻ്റെ എല്ലാ മുറികളിലൂടെയും അത് കാണാൻ വേണ്ടി ചെന്നപ്പോൾ ആ വീടിൻ്റെ ഓരോ മുറിക്കകത്തും നല്ല കട്ടിൽ കിടക്കുന്ന കണ്ടപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഇതേ കൂട്ടൊരു കട്ടിലേൽ മരിക്കുന്നതിന് മുമ്പ് കിടക്കാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടാകണം. നല്ലൊരു കട്ടിലേ കിടക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. നല്ലൊരു കട്ടിലുണ്ടായിരുന്നെങ്കിൽ, നല്ലൊരു മേശയുണ്ടായിരുന്നെങ്കിൽ, നല്ലൊരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നെങ്കിൽ. നമുക്ക് നല്ലൊരു ബാത്റൂം പോലും ഇല്ലല്ലോ നമ്മുടെ വീട്ടിൽ. നല്ല വസ്ത്രമില്ല, നല്ലൊരു മാലയില്ല, നല്ലൊരു കമ്മലില്ല, നല്ലൊരു സൗകര്യമുള്ള സ്ഥലമില്ല. പല കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവാനുഗ്രഹമായിട്ട് ഇതൊക്കെ വരട്ടെ. നല്ല വസ്ത്രം ധരിക്കാൻ, നല്ല വാഹനം മേടിക്കാൻ, നല്ല വീട് മേടിക്കാൻ, നല്ല വീട് പണിയാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ, ഇതെല്ലാം ഒരു ഭാഗ്യമാണ്. പ്രാർത്ഥിച്ച് അതിനൊക്കെ ഭാഗ്യം കിട്ടും. ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കും, എനിക്കൊക്കെ ഇനി ഭാഗ്യമോ, വയസ്സ് ഇത്രയായില്ലേ, വയസ്സൊക്കെ ഇത്ര, ഇനി അങ്ങനെ അങ്ങ് പോട്ടെന്ന് വെക്കും. അല്ല, ചില നന്മകൾ നീ കാണും. ദൈവം തരുന്ന ഭാഗ്യമൊക്കെ ജീവിതത്തിൽ വരും. ഒരിക്കലും ഒരാൾ വിചാരിച്ചിരുന്നില്ല വിമാനത്തിൽ കയറി വേറെ രാജ്യത്ത് പോകുമെന്ന്.
വിമാനത്തിൽ കയറി പോകുമെന്ന്. പക്ഷേ അദ്ദേഹം ഇന്ന് വിമാനത്തിൽ കയറി വേറെ രാജ്യത്ത് പോയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലച്ചോ ഈ വിമാനത്തിലൊക്കെ എനിക്ക് കയറാൻ പറ്റുമെന്ന്. ദൂരെ നിന്നൊക്കെ ഒന്ന് കാണണമെന്നൊരാഗ്രഹം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാനിന്ന് പല പ്രാവശ്യവും അതിൽ കയറി. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, നിനക്ക് ദൈവത്തോട് ഭക്തി, ദൈവാനുഗ്രഹം വരുമ്പോൾ ആകാശത്തിലൂടെ നിന്നെ ദൈവം യാത്ര ചെയ്യിപ്പിക്കും. ആകാശത്തിലൂടെ നീ സവാരി ചെയ്യും. ദൈവാനുഗ്രഹമാ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് എവിടെയാ ഭാരം അനുഭവിക്കുന്നത്, എവിടെയാ സങ്കടം അനുഭവിക്കുന്നത്. ഇന്നലെയും എൻ്റെ അടുത്ത് ചിലരൊക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, വലിയ ബുദ്ധിമുട്ടിലാണ്, അത്ര ലക്ഷം കടമുണ്ട്, ഇത്രയും പ്രയാസമുണ്ട്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ആ പ്രതിസന്ധിയിൽ നിങ്ങൾ മറികടന്നു കയറി വരും. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ സമ്പത്ത് വരണമെന്നല്ല, ദൈവഹിതപ്രകാരമായത്, ദൈവാനുഗ്രഹമുള്ളത്. എനിക്കാരും കരഞ്ഞതും ശപിച്ചതും പ്രാഗിയതും ഒന്നും ഒരു സമ്പത്തും എനിക്ക് വേണ്ട, ഒരു രൂപ എനിക്ക് വേണ്ട. സമ്പത്ത് പ്രാഗിയതും ശപിച്ചതും കുറ്റം പറഞ്ഞതും പ്രാഗി തന്നതൊന്നും ഒരു രൂപ 50 പൈസ എനിക്ക് വേണ്ട. അനുഗ്രഹത്തോടെ നൽകുന്നൊക്കെ മതി. അനുഗ്രഹത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ച്, എനിക്ക് ആരുടെയും കണ്ണുനീര് പ്രാക്കും തെറി പറഞ്ഞതും ശപിച്ചതും ഒന്നും എനിക്ക് വേണ്ട. അനുഗ്രഹത്തോടെയുള്ള കാശൊക്കെ മതി എനിക്ക്. അനുഗ്രഹമുള്ള 5 രൂപ മതി കുഞ്ഞെ ഒരാൾ രക്ഷപ്പെടാൻ. അനുഗ്രഹമുള്ള ഒരു 100 രൂപ മതി പിടിച്ചു കയറിപ്പോയി രക്ഷപ്പെടാൻ. അനുഗ്രഹം ഇല്ലാത്ത 1 കോടി രൂപ കൊണ്ട് ചിലപ്പോൾ ഒന്നും ആകണമെന്നില്ല, ഒന്നും ചെയ്യണമെന്നില്ല, ഒന്നും എത്തണമെന്നില്ല. ദൈവാനുഗ്രഹമുള്ള സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ അത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ച്, എത്ര സമ്പത്ത് വന്നാലും ഒരിക്കലും അഹങ്കരിച്ചേക്കരുത്. പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ 100-ന്റെ 500 രൂപയുടെ ഒക്കെ നോട്ടിരിപ്പുണ്ടോ? നിങ്ങളുടെ അക്കൗണ്ടിൽ കുറച്ച് കാശൊക്കെ ഉണ്ടോ? ദൈവാനുഗ്രഹമാണ്. ദൈവം തന്നതാണത്, ദൈവാനുഗ്രഹമാണ്. ദൈവം തന്നതാണെന്ന് ബോധ്യമുള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. കഷ്ടപ്പെടുന്നവനെ കാണുമ്പോൾ അവന്റെ ചങ്ക് പിടയ്ക്കും, അവന് മനസ്സലിയും. അവനത് കണക്ക് നോക്കാതെ ഇരിക്കട്ടെ കേട്ടോ, വേണ്ട കാര്യത്തിൽ അങ്ങ് ചെയ്യൂ കേട്ടോ എന്ന് പറയും. കർത്താവേ, അനേകരുടെ കണ്ണു നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് കഴിയട്ടെ. നിങ്ങൾക്ക് സമ്പത്ത് വരുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിച്ചോണം കേട്ടോ, നിങ്ങളുടെ സഹോദരനെ സഹായിച്ചോണം കേട്ടോ, നിങ്ങളുടെ സഹോദരന്റെ പിള്ളേരെ സഹായിച്ചോണം കേട്ടോ. അല്ല, പണ്ടവരെ എനിക്ക് ദുഷ്ടത്തരം ചെയ്തിട്ടുണ്ട്, ഒരുത്തിനെ ഞാൻ സഹായിക്കുകയില്ല എന്ന് പറയരുത്. ചിലരെ സഹായിക്കാൻ വേണ്ടി കൂടിയാ നിന്റെ കയ്യിൽ ആ സമ്പത്ത് ദൈവം എത്തിച്ചു തന്നത്. ചിലരുടെ കണ്ണുനീരൊപ്പാനുള്ള സമ്പത്ത് നിന്റെ കയ്യിൽ കാണും. എല്ലാം വാരിക്കോരി കൊടുക്കണമെന്നല്ല, അതൊന്നും വേണ്ട. അത് നോക്കിയും കണ്ടൊക്കെ മതി, ആലോചിച്ചു മതി, വിവേകത്തോടെ മതി. ഒരു നിമിഷം കരങ്ങളെ ഉയർത്തിപ്പിടിക്കാമോ? എന്നിട്ട് ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഈ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ച് ദാരിദ്ര്യമൊക്കെ വീട്ടിൽ നിന്ന് മാറട്ടെ. ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് വരട്ടെ. നല്ല വീട് പണിയാൻ ഭാഗ്യം ലഭിക്കട്ടെ. നല്ല യാത്രകൾ ചെയ്യാൻ ഭാഗ്യം ഉണ്ടാകട്ടെ. നല്ല വസ്ത്രം ധരിക്കാൻ ഭാഗ്യം ഉണ്ടാകട്ടെ. നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാൻ ഭാഗ്യം ഉണ്ടാകട്ടെ. നല്ലതുപോലെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ മക്കൾ കടലും കരയും കിടന്ന് നല്ല ജോലിയൊക്കെ തേടി നല്ല രാജ്യങ്ങളിലെത്താൻ ഇടവരട്ടെ. ഈ നാട്ടിൽ തന്നെ നല്ല ജോലിയും ബിസിനസ്സും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. നല്ല ബിസിനസ് ചെയ്യാനുള്ള വഴികളും തുറന്നു തരട്ടെ. നല്ല കാര്യങ്ങൾ വരട്ടെ. സമ്പത്ത് വരുമ്പോൾ അഹങ്കരിക്കരുത്. ദൈവം എനിക്ക് തന്നതാ, ആ ബോധ്യത്തോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നു, 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 വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ജീസസ്. കരങ്ങളൊക്കെ ഒന്ന് ചേർത്തടിച്ചു പാടാം. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. പാടുമോ? ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. പിന്നെയോ? എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. അർത്ഥം അറിഞ്ഞു. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. അതുകൊണ്ട് എന്റെ ദൈവത്താ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ ദൈവത്താ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും,
തന്റെ വഴിയിൽ തന്നെ നടക്കും. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി സംഭവിക്കണം. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും ഞാൻ. എന്റെ ദൈവത്താ, എന്റെ ദൈവത്താ, നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിയിടും താൻ. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിയിടും താൻ. എന്റെ ദൈവത്താ, എന്റെ ദൈവത്താ, നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ ദൈവത്താ, എന്റെ ദൈവത്താ, നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു നിമിഷം നിന്നുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഇവിടെ ഇപ്പോൾ പാടിയപ്പോൾ പ്രാർത്ഥിച്ച പാട്ടില്ലേ, വായ്പ വാങ്ങാൻ ഇടവരിയേല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകുന്നൊക്കെ, ഇതൊക്കെ ആരായിരിക്കും എഴുതിയത്? ഇതെന്തിനാ ഇങ്ങനെ എഴുതിയത്? ഇതാരുടെയൊക്കെയോ അനുഭവമാണ്. ഇതാരോ ചങ്കീന്ന് എഴുതിയതാ, ആരോ ബുക്ക് നോക്കി ബുദ്ധിന്ന് എഴുതിയതല്ല, ആരോ അനുഭവത്തിന്ന് എഴുതിയതാണ്. വായ്പ വാങ്ങാൻ ഇടവരിയേല പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലേ? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ പോയിരുന്നു. ആ വീട്ടിനകത്ത് ഭയങ്കര സ്മെല്ലാണ്. ചാണകത്തിൻ്റെയും ആടിൻ്റെയും പശുവിൻ്റെയും ഒക്കെ ഭയങ്കര മണമാണ്. ആ വീടിൻ്റെ അടുത്ത് തന്നെ തൊഴുത്ത്, ആട്ടിൻകൂട്. ഞാൻ പോയതൊരു മഴയുള്ള സമയത്താണ്. ഭയങ്കര എനിക്ക് അസ്വസ്ഥത തോന്നി. ഭയങ്കര ഈച്ച, ഭയങ്കര സ്മെല്ല്. അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും പെട്ടെന്ന് തോന്നത്തില്ല, നമുക്ക് വിഷമം തോന്നും. പക്ഷെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നല്ല ഹൈവേയുടെ അടുത്ത് ഭയങ്കര വലിയ വീടാവണത്, ഭയങ്കര വലിയ വീട്. അങ്ങ് ദൂരെയുള്ള ആളൊന്നുമല്ല, ഇവിടെ അടുത്തൊക്കെ ഉള്ള ആളാണ്. പേരോ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നെ കേൾക്കുന്ന ചിലർക്ക് ഇതൊക്കെ അറിയായിരിക്കും എന്താ പറയുന്നതെന്ന്. മക്കളൊക്കെ അങ്ങ് മിടുക്കരായപ്പോഴേ വലിയ വീടാണ്, വലിയ ഇൻ്റർലോക്ക് ഇട്ട മുറ്റം, ഇഷ്ടംപോലെ സൗകര്യം. ഇപ്പോൾ ഒക്കെ വലിയൊരു കല്യാണമൊക്കെ വീട്ടിൽ വരാൻ പോവുക. ഭയങ്കര അനുഗ്രഹമായി. സമ്പത്ത് അവരൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഈച്ചയും പിടിച്ച് കിടക്കുന്ന ഈ ചാണകത്തിൻ്റെയും പശുവിൻ്റെ ചാണകവും മൂത്രവും ആടും തൊഴുത്തും എല്ലാം കൂടെ ഒരു വീട്ടിലേക്ക് ആര് വന്നാലും അയ്യോ നായിപ്പോവും. പക്ഷെ ആ സാഹചര്യമൊക്കെ അങ്ങ് പോയി. നിങ്ങളുടെ സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ മാറൂന്നേ. ഇതൊക്കെ ഞാനെങ്ങനെയാ അറിഞ്ഞത്? ഇതെങ്ങനെ ഞാൻ അറിഞ്ഞത്? ഈ കുടുംബത്തിലെ ആളുകൾ ഈ ആലയത്തിൽ നിരന്തരമായി വന്ന് പ്രാർത്ഥിച്ചവരാണ്. ഇവിടെ വന്നിങ്ങനെ ഇവരെ കാണാപ്പാടവാ. ഇവരെന്നാ പറയാൻ പോകുന്നത് നമുക്ക് നേരത്തെ അറിയാം. ഇവരെ കാണുമ്പോഴേ അറിയാം ഇന്നതായിരിക്കും പറയാൻ പോകുന്നത്. ഇത് എന്നോട് തന്നെ പറഞ്ഞിട്ട് എനിക്കിത് ഇവരെ കാണുമ്പോൾ തന്നെ ശരിക്കും മനപ്പാടമായി, ഇതാ ഇവർ പറയാൻ പോകുന്നതെന്നറിയാം. ആ സാഹചര്യത്തിനകത്താണ് ദൈവത്തിൻ്റെ അത്ഭുതം കയറി വന്നത്. ദൈവാനുഗ്രഹമുള്ള സമ്പത്തും വീടും ചുറ്റുപാടും ഒക്കെ വരണം. ഇന്നും ഉണ്ട്. നമുക്ക് നല്ല വീട് കാണും, എല്ലാ മുറിക്കും വാതിലില്ലാത്തവരുണ്ട്. വാതിലിൻ്റെ സ്ഥാനത്ത് സാരി കീറിയിട്ട് തയ്ച്ചിട്ടിരിക്കുക.
പ്രതികൂല സാഹചര്യങ്ങൾ ഹല്ലേലൂയ. ഉള്ളവരുണ്ട്. കട്ടിലുണ്ട്, അതൊക്കെ ചെതൽ തിന്നിട്ട് ഇന്നലെ നാളെ എൻ്റെ കാലെല്ലാം ഒടിഞ്ഞ് താഴെ വീഴും. ആ വീടിൻ്റെ ആ കട്ടളയിരിക്കുന്ന സ്ഥലമൊക്കെ ചെതൽ തിന്നിട്ട് കുത്തുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു വീഴുന്നു. ഒരു വീട്ടിൽ ആ വീടിൻ്റെ ഭിത്തിയിലോട്ട് ചൂലിട്ട് തൂക്കുമ്പോഴേ എൻ്റെ പണി മോശമാണ്. ആരോ കള്ളപ്പണി എടുത്തതാണ്. സിമെൻറ്റും മണലും എല്ലാം കൂടെ പൊടിഞ്ഞ് താവോട്ട് വീഴുകയാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി. ഇങ്ങനെ മുകളിലോട്ട് നോക്കും, വാർത്ത വീടാണ്, പക്ഷെ കമ്പിയൊക്കെ കാണാം. ഈ മഴയത്ത് ഇത് വീഴുമോന്നാണ് പേടിക്കുന്നത്. ഇതെല്ലാം തകർന്നു പോകുമോന്നാ. നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു നല്ല വീട് കാണത്തില്ല. നമുക്ക് പ്രാർത്ഥിച്ചേ നല്ല വീട് എല്ലാവർക്കും വേണം. നല്ല വീടും നല്ല വീട്ടിൽ ജീവിക്കാനുള്ളൊരു ഭാഗ്യം, സന്തോഷത്തോടെ ദീർഘായുസോടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയണം. ആ പാട്ടിന് 2 വരികളൊന്ന് പാടുവോ? വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. വായ്പ വാങ്ങാനിട വരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. എൻ്റെ ദൈവത്താ, എന്റെ ദൈവത്താ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. നമ്മളിന്ന് കേട്ട വചനങ്ങൾ നിങ്ങൾക്ക് ദൈവീക ഇടപെടലിന് കാരണമാകട്ടെ. നിങ്ങളെല്ലാവരും നന്നായിട്ട് കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അതുതന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് അതിനെ കാണുവാണ്. ഹല്ലേലൂയ. ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് അത് അനുഗ്രഹമാണ്. ഞാനൊരു കാര്യം കൂടി വായിക്കുവാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിൽ ഒരു പൈസക്കാരനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പുള്ളിക്ക് ഒരുപാട് കാശൊക്കെ ഉണ്ട്. 13-ാം വാക്യത്തിലാണ്. അതേക്കുള്ള എഴുതിയിരിക്കുന്നത് മണ്ടനായ പൈസക്കാരനാണ് എഴുതിയിട്ടുള്ളത്, വേദപുസ്തകം എഴുതിയിട്ടുള്ളത്. ഭോഷനായ ധനികൻ, ബുദ്ധിയില്ലാത്ത ഒരാളെങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയത്? ഇപ്പോൾ അദ്ദേഹത്തെ വിളിക്കുന്നത് അയാളൊരു മണ്ടനാണെന്നാണ്. ഭോഷനായ ധനികൻ, എന്താണ് അദ്ദേഹത്തെ ഭോഷനാക്കിയത്? ഇഷ്ടംപോലെ കാശ് വന്നപ്പോൾ ദൈവത്തെക്കുറിച്ച് അയാൾ ചിന്തിച്ചില്ല. ദൈവീക കാര്യങ്ങളെക്കുറിച്ചോ ആരാധന പ്രാർത്ഥന ഒന്നും ആ പാരഗ്രാഫിലേ ഇല്ല. ഒരു വാക്ക് പോലും പുള്ളി പറഞ്ഞിട്ടില്ല. ഒന്ന് വേഗത്തിൽ വായിക്കുകയാണ്. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ. 16-ാമത്തെ വാക്യം വായിക്കുകയാണ്. ഒരു ഉപമ അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. ഒരു കൃഷിക്കാരനായ പൈസയുള്ള ധനികനായ മനുഷ്യൻ പറമ്പിൽ ഇഷ്ടം പോലെ ആദായം ഉണ്ടായി, സമൃദ്ധമായ വിളവ് കിട്ടി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, പുള്ളി ചിന്തിച്ചു, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് നന്ദി പറയണം, പാവപ്പെട്ട ഒരാളെ സഹായിക്കണം. അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. അവൻ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇനി എന്നാ ചെയ്യാനാ? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലം. അയ്യോ, സ്ഥലം പോരല്ലോ, ഒരു കെട്ടിടം കൂടെ പണിയണമല്ലോ. ദൈവം എനിക്ക് തന്നതാണ്, ഇതിനകത്ത് ഒരു വാക്ക്, ഒരു അക്ഷരം പോലും എഴുതിയിട്ടില്ല. ഇതിന് വേറെ ഒരു കെട്ടിടം പണിയണം. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവുക. അറപ്പുരകൾ പണിച്ച് കുറച്ചുകൂടെ വലുത് പണിയും, ഇത് കൂട്ടി വെക്കണം, അവിടെ കൂട്ടണം, കുറേ പൈസ അവിടെ ഇടണം. ഇത്രയും മാത്രമേ ഈ പാരഗ്രാഫിൽ എഴുതിയിട്ടുള്ളൂ. എന്നാൽ ഈ മനുഷ്യൻ പറഞ്ഞു, എന്നെ ദൈവം അനുഗ്രഹിച്ച ഇത്രയൊക്കെ സമ്പത്തുണ്ടായത്, ദൈവമേ നിനക്ക് നന്ദി. ഈ വാക്കിയില്ല. നിങ്ങൾ എത്ര കാശുണ്ടാകുമ്പോഴും ദൈവത്തിന് നന്ദി പറയാൻ മറക്കരുത്. ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് 100% എടുക്കണമെന്നില്ല. ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ അത് കളഞ്ഞേരെ. നല്ലതാണെന്ന് തോന്നിയാൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ അത് കളയുക, വേണ്ട. നിങ്ങൾക്ക് സമ്പത്തൊക്കെ ഉണ്ടാവുമ്പം നിങ്ങൾ ചിലരെ സഹായിക്കണം. എന്നെ സഹായിക്കണമെന്നല്ല,
ചിലരെ സഹായിക്കണം. അത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളുമായി ആ പ്രിയപ്പെട്ടവരോട് വീട്ടിൽ ചെന്ന് നിങ്ങൾ ഒരുമിച്ച്. അപ്പോൾ മക്കൾ ചോദിക്കും, എന്തിനാണ് ഇവരെ സഹായിക്കുന്നത്, ഇവർ നമ്മുടെ ആരും അല്ലല്ലോ. നിങ്ങൾ ചിലരുടെ കണ്ണുനീരൊപ്പുന്നത് നിങ്ങളുടെ പിള്ളേർ കാണണം. നിങ്ങളെല്ലാം വാരിക്കൊരു കൊടുക്കണ്ട. നിങ്ങളുടെ ദശാംശമൊക്കെ ചിലപ്പോൾ മാറ്റിവെച്ച് നിങ്ങൾ ചില അർഹതപ്പെട്ട ആൾക്ക് സഹായിക്കണം. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആവശ്യമായിരിക്കുവാന്നിരിക്കട്ടെ, 1000 രൂപ എൻ്റെ അടുത്ത് ഒരാൾ തന്നിട്ട് പറയുക, ഇത് 2000 രൂപയുണ്ട്, ഇരിക്കട്ടെ. അപ്പോൾ എൻ്റെ മനസ്സിലൊരു സന്തോഷം വരും. ആ തന്ന വ്യക്തിയോടൊരു പ്രത്യേക സ്നേഹം വരും. ആ സ്നേഹം ഒരു ഭയങ്കര മുതലാണ്. നിങ്ങൾ ആർക്ക് കൊടുക്കണം? നിങ്ങളുടെ കണ്ണിൽ ചിലർ ഉണ്ട്, അവർക്കൊന്നുമില്ലെന്ന് നിങ്ങൾക്കറിയാം. അവരാകെ പിടുത്തം വിട്ട് നിൽക്കുവാന്നറിയാം. മരുന്ന് മേടിക്കാൻ പോലും കാശില്ലെന്നറിയാം. അപ്പോൾ അത് നോട്ടീസ് അടിച്ച് ഫ്ലെക്സ് അടിച്ച് 4 പേരെ അറിയിക്കണ്ട. നിങ്ങൾ കുടുംബമായി ഒരു ദിവസം ഒരു സന്ധ്യയ്ക്ക് ആ വീട്ടിൽ ചെല്ലണം. ചിലപ്പോൾ ആ വീട്ടിലേക്കുള്ള മുഴുവൻ സാധനവും മേടിച്ചായിരിക്കും നമ്മൾ ചെല്ലുന്നത്. അല്ലെ അവരുടെ കയ്യിലേക്ക്, ഇതാ നിങ്ങളായിട്ട് ആരോടും പറയണ്ട, ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് തരുന്നതാ, നിങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ വീട്ടിലെ പിള്ളേരും ആ വീട്ടിലുള്ളവരും 1 മിനിറ്റെങ്കിലും നിങ്ങളെ മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കും. അത് മതി നിങ്ങളുടെ ലൈഫ് ലോങ് അനുഗ്രഹമായിട്ട് നിലനിൽക്കും. ചില മനുഷ്യരുടെ അനുഗ്രഹം ഭയങ്കര സമ്പത്താണ്, അറിയോ? അത് നമ്മളിത് കൂട്ടിവെച്ച് കുറേ കൂട്ടി വെക്കുമ്പോഴല്ല, അർഹതപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കണം. ചിലപ്പോൾ ആ കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കും, ചിലപ്പോൾ ഡയാലിസിന് പോകാൻ നിൽക്കുക, കാശില്ല, ഇത് ഇരുന്നോട്ടെ, ഡയാലിസിന് പോയിട്ട് വാ, ആ ബാഗ് ബുക്ക് മേടിക്കാൻ അതിരിക്കട്ടെ, ആ ഫീസ് എത്രയാണെന്ന് പറ, ഓഫീസ് അങ്ങ് മേടിക്കുക. നമ്മൾ ഒരു ദിവസം അങ്ങ് പ്രാർത്ഥിച്ചില്ലേലും നമുക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കാൻ അവിടെ ഇവിടെ ഉണ്ട്. ഒരിക്കലും നമ്മൾ തോക്കത്തില്ല. നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. നാളെ നല്ല രാജ്യത്ത് പോകും, നല്ല കാശൊക്കെ വരുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം ഇതാ, എല്ലാ മാസവും ചില ആരുടെയെങ്കിലും ഒരു കണ്ണുനീര് നിങ്ങളായിട്ട് തുടയ്ക്കണം. ഞങ്ങളൊരു യാത്ര പോയപ്പം അവിടെ ഡീസൽ അടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. അപ്പോൾ ആ ഡീസൽ അടിക്കാൻ നിൽക്കുന്ന ആൾ, പമ്പിലെ ഉദ്യോഗസ്ഥന് ഞാൻ ഇച്ചിരി കാശ്, വളരെ കുറച്ച് കാശ് കൊടുത്തു. പുള്ളി എന്നെ ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു. അയാൾക്ക് കാശ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അയാൾക്ക് എന്തിനാ പമ്പിൽ നിൽക്കുന്നവന് കാശ് കൊടുക്കേണ്ട കാര്യം എന്നാ? ഞാൻ പമ്പിൽ നിൽക്കുന്ന ചിലരെ സഹായിക്കും. ഈ ലോട്ടറിയൊക്കെ എടുത്ത് നിൽക്കുന്ന ആളെ ഞാൻ സഹായിക്കും. ലോട്ടറി ആയിട്ട് നടക്കുവാണ്, അയാൾക്ക് വേറെ ഒരു വഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് ഈ വണ്ടി വെഞ്ചരിക്കാനൊക്കെ വരും. ആൾക്കാർ വരും. അപ്പോൾ ചിലപ്പോൾ 1000 രൂപ 500 രൂപ തരും. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. നിങ്ങൾ ആ പോകുന്ന വഴിക്ക് ആ ടൗണിൽ ഒരു ലോട്ടറി കച്ചവടക്കാരനെ കാണും. ലോട്ടറി ആയിട്ട് നിൽക്കും. അയാൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ലോട്ടറി ആയിട്ട് നടക്കുവാണ്. അയാൾക്ക് ഇത് കൊടുത്തേരെ. അല്ല, നിങ്ങൾ വണ്ടി പെട്രോളോ അടിക്കാൻ ആ പമ്പിൽ കയറുമ്പോൾ ആ പമ്പിൽ ആ എണ്ണ അടിക്കുന്ന ആൾക്കത് കൊടുത്തേരെ. അല്ല, നിങ്ങൾ ഈ വണ്ടി മേടിച്ച സന്തോഷത്തിന് ഹോട്ടലിൽ പോകുമ്പോൾ ആ മേശ തുടയ്ക്കാൻ നിൽക്കുന്ന ഒരുത്തനുണ്ട്. ആ ബാത്റൂമിൻ്റെ സൈഡിൽ ആ മണം അടിച്ച് നിൽക്കുന്ന ഒരുത്തനുണ്ട്, അവന് കൊടുക്കും. അതെനിക്ക് അനുഗ്രഹമായിട്ടുണ്ട്. അതെനിക്ക് വ്യക്തിപരമായി അനുഗ്രഹമായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായോ എന്നറിയത്തില്ല. ചില സഹായങ്ങൾ, ചില അർഹതപ്പെട്ടവർക്ക് ഒരു 10 രൂപ കൊടുക്കുന്നത് നമുക്ക് ഭയങ്കര അനുഗ്രഹമാണ്. ഒരിക്കലും 10 രൂപ ഒരു 50 രൂപയുടെ ഒരു കാര്യത്തിന് 45 രൂപ കൊടുത്തിട്ട് ആ 5 രൂപയുടെ ശാപം മേടിച്ച് വച്ചേക്കല്ലേ. ഒരാൾക്ക് 100 രൂപ 200 400 രൂപ പണിക്കൂലി, നമ്മൾ 350 രൂപ കൊടുത്തുള്ളൂ. 50 രൂപ അടുത്ത ആഴ്ച തരാമെന്ന് പറയരുത്. ആ 50 രൂപ നിങ്ങൾക്ക് വിഷമമാണ് വേണ്ടത്. അയാൾ ആ 400 രൂപയ്ക്ക് വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിതാ. പറ്റുവാണെങ്കിൽ 410 രൂപ കൊടു. ആ 10 രൂപയുടെ സന്തോഷം അവൻ്റെ നിന്ന് മേടിച്ചെടുക്കും. അത് നിനക്ക് അനുഗ്രഹമാണ്. ചിലർ വീട്ടിൽ കല്യാണത്തിന് പന്തലിടും. 50,000 രൂപയുടെ പന്തലിട്ടു. ഇപ്പോൾ കല്യാണമെല്ലാം കഴിഞ്ഞ് പന്തലിന് 35,000 രൂപ പോരെ, അതൊക്കെ മതി, അഡ്ജസ്റ്റ് ചെയ്യും. 15,000 രൂപ വേണ്ട. എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? അയാൾ രാവിലെ കഷ്ടപ്പെട്ടതാ. ഒരു 50 രൂപ കൂടുതൽ കൊടുക്കുക, പോകുന്ന വഴിക്ക് ഒരു ചായ കുടിച്ചോ, ഇരിക്കട്ടെ. നമുക്കൊരു നഷ്ടവും വരികയില്ല.
ഒരു കുറവും വരിക. ആമേൻ. ഹല്ലേലൂയ. 500 രൂപയുടെ പണിയെടുത്തവന് 450 രൂപ കൊടുത്ത് 50 രൂപയ്ക്ക് വേണ്ടി 50 പ്രാവശ്യം നടത്തല്, അവൻ 550 രൂപ കൊടു, ഹല്ലേലൂയ. അല്ലെ 5 രൂപയിലും കൂടുതൽ കൊടു. അതിന് ഈ ചിലർ വെറുക്കാൻ നിൽക്കണ്ട. ആ മനുഷ്യൻ ഓർക്കും, ആ പുള്ളി കൊള്ളാലോ, ഒരു 50 രൂപ കൂടുതൽ തന്നല്ലോ. ആ മനുഷ്യൻ്റെ ചില മനുഷ്യർ നമുക്ക് നൽകുന്ന സ്നേഹവും സന്തോഷവും ഒരു പ്രാർത്ഥനയാണ്. അറിയുമോ അത്? ചില മനുഷ്യർ പറയുക നല്ല നമുക്ക് തരുന്ന സ്നേഹമുണ്ട്, അതൊരു പ്രാർത്ഥനയാണ്. ചില മനുഷ്യർ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹം പോലും അത് പ്രയറാണ്. ചിലരിങ്ങനെ കൈകൊണ്ട് പറയും നന്നായി വരട്ടെ നന്നായി വരട്ടെ, അത് നമുക്കൊരു ബ്ലെസ്സിങ് ആണ്. അതാ ഒരു വാക്കുകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ അത് അനുഗ്രഹമാണ്. ആ ഒരു കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചത് മതി നമ്മുടെ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ. ആ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചത് മതി നമ്മൾ രക്ഷപ്പെടാൻ. അതുകൊണ്ട് നമ്മൾക്ക് ചില ആളുകളുടെ കണ്ണുനീർ തുടയ്ക്കാൻ നമ്മുടെ കരങ്ങൾ ദൈവകരങ്ങളായി മാറട്ടെ. നമ്മളോട് പലരും പറയും അയാൾക്ക് കൊടുക്കണ്ട, അയാൾ ലോട്ടറി വിറ്റ് നടക്കുന്ന ആൾക്ക് തെറ്റാണ്. അയാൾ ലോട്ടറി എടുത്തില്ലെങ്കിൽ അയാൾക്ക് നമുക്ക് 500 രൂപ ഇരിക്കട്ടെ കൊടുക്ക്. അയാൾക്ക് ചിലപ്പോൾ അയാളുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു 500 രൂപയ്ക്ക് വേണ്ടി കൊതിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന അദ്ദേഹം തരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് നമുക്ക് അനുഗ്രഹമാണ്. കണ്ണുകളെ ഒന്നൊരു നിമിഷം അടയ്ക്കാം. ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് വരാൻ, ദൈവാനുഗ്രഹത്തിൽ ജീവിക്കാൻ ഭാഗ്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവാനുഗ്രഹത്തിൽ പ്രിയപ്പെട്ടവരെ, സമ്പത്ത് വരുമ്പോൾ ആ സമ്പത്തിൽ മതിമറന്നു പോകല്ല്. സമ്പത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, അത് മക്കൾക്ക് ആവശ്യത്തിലധികം കൊടുത്ത് അവരെ മടിയന്മാരും പോഷന്മാരും ആക്കരുത്. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടക്കേട് വരുമായിരിക്കും. ചിലപ്പോൾ ആൾക്ക് നിങ്ങൾക്കൊക്കെ നല്ല ജോലിയൊക്കെ കിട്ടുവേ. ചിലർ ഇസ്രായേലിൽ പോകും, ചിലർ കാനഡയിൽ പോകും, ചിലർ UK പോകും. അപ്പോഴത്തേക്കും പിള്ളേർക്ക് അന്നേരം 1.5 ലക്ഷം രൂപയുടെ ഫോണ്, 75,000 ടാബ്. ശ്രദ്ധിക്കണം. നിങ്ങൾ സമ്പത്ത് വരുമ്പോൾ ആദ്യം തന്നെ 1.5 ലക്ഷം രൂപയുടെ ഫോൺ മേടിച്ച് കൊടുക്കല്ല്. നിങ്ങൾക്ക് എത്ര സാലറി ഉണ്ടെന്ന് ചിലപ്പോൾ പിള്ളേരോട് പോലും ചിലപ്പം പറയേണ്ട ആവശ്യമില്ല. 1 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ പിള്ളേരോട് പറയണം, പിള്ളേ ഒന്നുമില്ല, ബുദ്ധിമുട്ടാണ്, 10,000-15,000 രൂപയുള്ളെന്ന് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ അവർ സമ്പത്ത് കണ്ട് അവർ ചിലപ്പോൾ ഉഴപ്പിപ്പോകാൻ സാധ്യതയുണ്ട്. സമ്പത്തിൻ്റെ വില അറിയാതെ അവർ ദർബാർ അടിച്ച് തീർക്കും. പൈസയ്ക്കൊരു വിലയില്ലാതെ ചുമ്മാ തീർക്കും. ഞാൻ പറയുന്നത് ന്യായമായ അർത്ഥത്തിലേ എടുക്കാവുള്ളൂ. നിങ്ങളുടെ കയ്യിൽ കാശ് വരുമ്പോൾ എല്ലാ വിവരങ്ങളും പിള്ളേരോട് പോലും പറയരുത്. അവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പാകതയുണ്ടാകുന്നില്ല. മമ്മി 1 ലക്ഷം രൂപയുടെ ഫോണിങ് പോരട്ടെ എന്ന് പറയും. ആ 50,000 രൂപയുടെ ടാബ് എനിക്ക് വേണമെന്ന് പറയും. ചിലപ്പോൾ അത് അവരുടെ ഭാവിയെ തന്നെ ചിലപ്പോൾ അത് ഇല്ലാതാക്കും. അത് കാശ് വരുമ്പോൾ അത് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയ്ക്ക് അറിഞ്ഞാൽ ഇത്ര കാശുണ്ട്, അത് ഇത്രയൊക്കെ വരുന്നുണ്ട്, അവിടെ ഇരിക്കട്ടത്, ചുമ്മാ അത് കളയരുത്. അവരും ഇച്ചിരി കഷ്ടപ്പെട്ട് വളരട്ടെ. ഇച്ചിരി കഷ്ടപ്പെട്ട് വളരുന്നതാ ചില നന്മയ്ക്ക് നല്ലത്, ചില അനുഗ്രഹത്തിന് നല്ലത്. ഒരു ചോറും പറ്റി കളയല. കാരണം അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്നാന്ന്. കളയത്തില്ല. വിഷമം അറിഞ്ഞു വരുമ്പോൾ അവർ ദൈവത്തെ അറിയും. 1 രൂപ അവർ കളയത്തില്ല ആവശ്യമില്ലാതെ. നല്ല അനുഗ്രഹത്തിൽ നിങ്ങളുടെ കുടുംബമൊക്കെ ആയി വരണം. ദൈവാനുഗ്രഹമുള്ള സമ്പത്ത് നിങ്ങൾക്ക് വരണം. നിങ്ങളുടെ മക്കളും അതിൻ്റെ വേല അറിഞ്ഞ് പ്രാർത്ഥിച്ചും ആരാധിച്ചും കയറി വരണം. അത് ദൈവാനുഗ്രഹമാണ്. ഒരിക്കൽ കൂടി കണ്ണുകളടച്ച് 2 ലൈൻ പാടും. നമ്മളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകളൊക്കെ നടച്ച് എല്ലാവരും എത്ര കൊതിയോടെയാണ് കേട്ടത്. ഭക്ഷണം വിളമ്പുന്നത് പോലെ നിങ്ങളുടെ മുമ്പിൽ വിളമ്പിയത് ദൈവവചനമാണ്. ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് ഇവിടെ ഇരിക്കുന്നത്. ആ വ്യത്യാസമില്ലാതെ എല്ലാ സഭകളിലുമുള്ളവർ, മറ്റു മതത്തിലുള്ളവർ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കുടുംബമായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ RC-കാരുണ്ട്, ലാറ്റിക്കാരുണ്ട്, ജ്ഞാനായക്കാരുണ്ട്, മലങ്കരക്കാരുണ്ട്, യാക്കോബായക്കാരുണ്ട്, ഓർത്തഡോക്സുകാരുണ്ട്, മാർത്തോബക്കാരുണ്ട്, CSI-കാരുണ്ട്. ഈ സൈഡിലിരിക്കുന്ന അച്ഛൻ CSI പള്ളിയിലെ അച്ഛനാണ്. കഴിഞ്ഞ ആഴ്ചയും അച്ഛൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ ഓരോ കാര്യങ്ങൾക്ക് ഇവിടെ വന്നു. അച്ഛൻ CSI പള്ളിയിലെ ഒരു അച്ഛനാണ്, വികാരി അച്ഛനാണ്. മാർത്തോമാ പള്ളിയിൽ പോകുന്നവരുണ്ട്, ബെന്തക്കോസ്തിൽ പോകുന്നവർ ഇതിനകത്തുണ്ട്, മറ്റു മതത്തിലുള്ളവരുണ്ട്. എന്തുവാ ഇവിടെ വന്നത്? ഇത് ദൈവസ്നേഹത്തിൻ്റെ ഒരു വീടായതുകൊണ്ട് ഇവിടെ വന്നവരെല്ലാം പാപികളും കൊള്ളരുതാത്തവരുമാണെന്നല്ല അർത്ഥം. ഇവിടെ വന്നവർ ദൈവമക്കളാണെന്നാണ് അർത്ഥം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാണ്. ഇവിടെ വന്നതിന്റെ അർത്ഥം നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് എന്തോ ഒരു നല്ല പദ്ധതിയുണ്ടെന്നാണ് അർത്ഥം. അതുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവം എന്തു ചെയ്യും? ആകാശത്തിൻ
കിളിവാതിൽ തുറന്ന് ഒരിക്കൽ കൂടി പാടുമോ? എന്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. ആമേൻ. ഇന്ന് 3 മണിക്കാണ് SLC പരീക്ഷയുടെ റിസൾട്ട് വരുന്നത്. ഒരു നിമിഷം പ്രാർത്ഥിക്കുക, എല്ലാ പിള്ളേർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, നല്ല റിസൾട്ട് ലഭിക്കുക. ആരും ടെൻഷനാകാതെ നല്ലൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി നല്ലൊരു റിസൾട്ടൊക്കെ വന്നോളൂ. ഉച്ച കഴിഞ്ഞ് 3 മണിയാകുമ്പോൾ റിസൾട്ടൊക്കെ വരും. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പിള്ളേർ പ്രാർത്ഥിക്കുന്നുണ്ട്, പേടി ടെൻഷനൊക്കെ ഉള്ളവരുണ്ട്. നല്ലത് വരും, നല്ലതായൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ദൈവം അനുഗ്രഹിക്കട്ടെ.